എല്ലാ ദിവസവും ഹാർവസ്റ്റ് ടിവിയിൽ രാവിലെ 6 മുതൽ 7 വരെ പ്രാർത്ഥിക്കുന്ന കേരളം, പ്രേയിങ് കേരള. കരങ്ങൾ ഉയർത്തി വായുകളെ തുറന്ന് കർത്തൃ സന്നിധിയിൽ I will pour water on him who is thirsty, and floods on the dry ground. I will pour my spirit on your descendants, and my blessing on your offspring. Yes. രണ്ട് കരങ്ങളും ഉയർത്തി എല്ലാവരും ചേർന്ന് ഹാർവസ്റ്റ് ടെലിവിഷനിലൂടെ കോട്ടയം ഗ്രേസ് ചാപ്പൽ കുടുംബം ഒരുക്കുന്ന ഈ ആരാധന പ്രാർത്ഥന ശുശ്രൂഷയിലേക്ക് എല്ലാവരെയും ഈ പ്രഭാതത്തിൽ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ഈ പ്രഭാതത്തിൽ യേശുവിന്റെ സന്നിധിയിൽ ഹൃദയങ്ങളെ തുറന്ന് രണ്ട് കരങ്ങളും ഉയർത്തി പൂർണ്ണ ശക്തിയോട് പൂർണ്ണ ബലത്തോടും കൂടെ സങ്കീർത്തനം. ദൈവമേ, നീ എന്റെ ദൈവം, അധികാലത്തെ ഞാൻ നിന്നെ അന്വേഷിക്കും. വെള്ളമില്ലാതെ ഉണങ്ങി വരേണ്ട ദേശത്ത് എൻ്റെ ഉള്ളം നിനക്കായി ദാഹിക്കുന്നു, എൻ്റെ ദേഹം നിനക്കായി കാക്ഷിക്കുന്നു. അങ്ങനെ നിന്റെ ബലവും മഹത്വവും കാണേണ്ടതിന് ഞാൻ വിശുദ്ധ മന്ദിരത്തിൽ നിന്നെ നോക്കിയിരിക്കുന്നു. നിന്റെ ദയ ജീവനേക്കാൾ നല്ലതാകുന്നു, എൻ്റെ അധരങ്ങൾ നിന്നെ സ്തുതിക്കും. ഒന്നാമത്തെ വാക്യം, God, you are my God. Psalm 63 verse 1. God, you are my God. Early will I seek thee. My soul thirsts for you. My flesh longs for you. In a dry and thirsty land where there is no water. So I have looked for you in the sanctuary to see your power and your glory. Because your loving kindness is better than life. My lips shall praise you. Amen. എത്ര ശ്രേഷ്ഠമാണ് ഒരു വ്യക്തി തൻ്റെ ജീവിതത്തിൻ്റെ ഉള്ളിൽ നിന്ന് പറയുക, യുവർ ലവിങ് കൈൻഡ്നസ്, നിന്റെ ദയ ജീവനേക്കാൾ വലുതാകുകയാണ്. എൻ്റെ നാവ് നിന്നെ നിത്യം സ്തുതിച്ചുകൊണ്ടിരിക്കും. ഒന്നുകൂടെ വായിക്കും. 63-ാം സങ്കീർത്തനം ഞങ്ങൾക്കൊന്ന് വായിച്ചു തരാമോ? ഞങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് ദൈവമേ, നീ എന്റെ ദൈവം, ദൈവമേ, നീ എന്റെ ദൈവം, അധികാലത്തെ ഞാൻ നിന്നെ അന്വേഷിക്കും. വെള്ളമില്ലാതെ ഉണങ്ങി വരേണ്ട ദേശത്ത് എന്റെ ഉള്ളം നിനക്കായി ദാഹിക്കുന്നു, എന്റെ ദേഹം നിനക്കായി കാക്ഷിക്കുന്നു. അങ്ങനെ നിന്റെ ബലവും മഹത്വവും കാണേണ്ടതിന് ഞാൻ വിശുദ്ധ മന്ദിരത്തിൽ നിന്നെ നോക്കിയിരിക്കുന്നു. നിന്റെ ദയ ജീവനേക്കാൾ നല്ലതാകുന്നു, എന്റെ അതിന് മുമ്പിലത്തെ വാക്യം, നിന്റെ ബലവും മഹത്വവും കാണേണ്ടതിന് ഞാൻ വിശുദ്ധ മന്ദിരത്തിൽ നിന്നെ നോക്കിയിരിക്കുന്നു. മന്ദിരത്തിൽ
നിന്നെ നോക്കിയിരിക്കുന്നു. എത്ര ശ്രേഷ്ഠമാണ്. 63-ാം സങ്കീർത്തനം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ. ഈ രാവിലെ തന്നെ ജോലിക്ക് പോകുന്നതിന് മുമ്പ്, ഏത് പ്രവൃത്തിയിൽ ഏർപ്പെടുന്നതിന് മുമ്പ് എടുത്ത് വായിക്കണം. ഇത് നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് കൊണ്ടുവരുവാൻ ഈ പ്രഭാതത്തിൽ നമ്മൾ പ്രാർത്ഥിക്കണം. മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായത്തിന് 49-ാമത്തെ വാക്യം കൂടെ മലയാളത്തിലും 49-ഉം 50-ഉം വാക്യങ്ങൾ. അവിടെ യേശുവിന്റെ പരസ്യ ശുശ്രൂഷ വേളയിൽ യേശു കടന്നു പോകുന്ന ഒരു വഴിയാത്രയിൽ പിറവിയിലെ കുരുടനായിരുന്ന ഒരു മനുഷ്യൻ ബർത്തിമായി, അവൻ യേശു കടന്നു പോകുന്നു എന്നതറിഞ്ഞ് യേശുവിൽ നിന്നുള്ള സൗഖ്യത്തിനു വേണ്ടി അവൻ ഉറക്ക നിലവിളിച്ചു പറയുന്ന ഒരു വാർത്തയാണ് അവിടെ എഴുതിയിരിക്കുന്നത്, ഒരു വിവരം അവിടെ എഴുതിയിരിക്കുന്നത്. ആ വിവരത്തിന്റെ മുമ്പിൽ, ആ നിലവിളിയുടെ മുമ്പിൽ പലരും കടന്നു വന്നിട്ട് അവനോട് മിണ്ടാതിരിക്കുവാൻ പറഞ്ഞു, ശാന്തമായിട്ടിരിക്കുവാനായിട്ട് അവനോട് ആവശ്യപ്പെട്ടിട്ടും ഈ മനുഷ്യൻ പൂർണ്ണ ശക്തിയോടെ, പൂർണ്ണ ബലത്തോടെ അവൻ ആക്രോശിച്ചുകൊണ്ട്, ആവശ്യബോധത്തോടെ നിലവിളിച്ചുകൊണ്ട് പറഞ്ഞു, യേശുവേ, ദാവീദ് പുത്രാ, എന്നോട് കരുണ തോന്നണം. ഇന്നു മുതൽ കർത്താവ് അനുവദിച്ചാൽ നമ്മൾ ഒന്നിച്ചുള്ള ഈ ആരാധന പ്രാർത്ഥന ശുശ്രൂഷയിൽ ഈ രാവിലെ സമയത്ത് ഒരു ദിവസം ഒരു ഗ്രീക്ക് വാക്കെങ്കിലും ദൈവവചനത്തിൽ നമ്മൾ പഠിക്കും. മൂലപദത്തിലെ അർത്ഥങ്ങൾ പഠിക്കും. അത് കൂടുതൽ അർത്ഥങ്ങൾ ഗ്രഹിക്കുവാൻ നമുക്ക് ഇടയാകും. അവിടെ 10:49 നാം വായിക്കുന്നത് വായിച്ചാട്ടെ. അപ്പോൾ യേശു നിന്ന് അവനെ വിളിപ്പിൻ എന്ന് പറഞ്ഞു. ധൈര്യപ്പെടുക, എഴുന്നേൽക്ക, നിന്നെ വിളിക്കുന്നു എന്ന് അവർ അവനെ, കുരുടനെ, വിളിച്ചു. അവൻ തന്റെ പുതപ്പ് ഇട്ട് കളഞ്ഞു, ചാടി എഴുന്നേറ്റ് യേശുവിന്റെ അടുക്കൽ ചെന്നു. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് അവൻ തന്റെ പുതപ്പ് ഇട്ടും കളഞ്ഞ് ചാടി എഴുന്നേറ്റു യേശുവിന്റെ അടുക്കൽ വന്നു. പുതപ്പ് ഇട്ട് കളഞ്ഞ്. ആമേൻ. 2 പദങ്ങളുടെ ഒരു സംക്ഷിപ്ത രൂപമാണ് കാസ്റ്റ് അവേ. അപ്പോബാലോ, APOBALLO. 2 വാക്കുകൾ ഗ്രീക്ക് ഭാഷയിൽ 2 വാക്കുകളെ ഒന്നിച്ച് ചേർത്ത് വെച്ചിരിക്കുന്നു. Apo means away, balo means cast it away, throw it away, discard it, തള്ളിക്കളയുക, മറന്നുകളയുക. He knew Jesus was going or Jesus was passing by. അവന് മനസ്സിലായി യേശു ആ വഴി കടന്നു പോകുന്നു. അവന്റെ ശരീരത്തെ മുഴുവനായി ചുറ്റിയിട്ടിരുന്ന അവന്റെ ഔട്ടർ ഗാർമെന്റ്, നമ്മുടെ ഇവിടെ ഷോള് പോലെ ദേഹം മുഴുവൻ പുതച്ചു വെച്ചിരുന്ന, ചുറ്റി വെച്ചിരുന്ന ആ തുണി തന്റെ ശരീരത്തിൽ വച്ചുകൊണ്ട് ഈ പുരുഷാരത്തിന്റെ നടുവിലേക്ക് ഓടിപ്പോയി യേശുവിന്റെ അടുത്തേക്ക് പോകുന്നത് തനിക്ക് പ്രയാസമായപ്പോൾ അവൻ അതിനെ വലിച്ചെറിഞ്ഞു. ആ വാക്ക് എത്ര വ്യക്തമായിട്ട് പരിശുദ്ധാത്മാവ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. എബ്രായ ലേഖന കർത്താവ് പുതിയ നിയമ വിശ്വാസികൾക്ക്, ആദിമ നൂറ്റാണ്ടിലെ വിശ്വാസികൾക്ക് വളരെ ക്ലേശം നിറഞ്ഞ സാഹചര്യത്തിലൂടെ യേശുവിൽ വിശ്വസിച്ച നിമിത്തം അവർ കടന്നുപോയപ്പോൾ അവരുടെ വിശ്വാസം ഏകദേശം അവർ തള്ളിക്കളയുന്ന ഒരു അനുഭവത്തിലൂടെ ചിലർ കടന്നുപോയപ്പോൾ ഇതേ വാക്ക് തന്നെയാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയമുള്ളവരെ, ഇന്നലെ പ്രാർത്ഥിച്ചിട്ട് മറുപടി കിട്ടിക്കാണുന്നില്ല. നമ്മൾ പ്രതീക്ഷിച്ച പോലെ കാര്യങ്ങൾ നടന്നു കാണില്ല. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ വാതിലുകൾ തുറന്നു വന്ന് കാണില്ല ഇന്നലെ. പക്ഷെ ഇതൊരു പുതിയ ദിവസമാണ്. What is that holding us from getting to Jesus? യേശുവിന്റെ അരികിലേക്ക് നമ്മൾ എത്തുന്നതിന് തടസ്സമായി നിൽക്കുന്നത് എന്താ? തല മുതൽ പാദം വരെ ഈ മനുഷ്യന്റെ മീതെ ചുറ്റിയിരുന്ന ആ ഷോള് പോലെ, ആ ഔട്ടർ ഗാർമെന്റ്, ആ പുറമെയുള്ള വസ്ത്രം പോലെ എന്തെങ്കിലും ഇന്ന് ജീവിതത്തെ ചുറ്റി പിടിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബർത്തിമായ പോലെ നമുക്ക് ഇന്ന് പകൽ ഒരു വിശ്വാസത്തിന്റെ സ്റ്റെപ്പ് എടുത്തുകൊണ്ട് പറയാം, ഞാൻ അതിനെ വലിച്ചെറിയുക. എന്റെ സൗഖ്യത്തിൽ നിന്ന്, യേശുവിൽ നിന്നുള്ള സമൃദ്ധമായ ജീവൻ ഞാൻ അനുഭവിക്കുന്നതിൽ നിന്ന് എന്നെ തടയുന്ന ഒന്നിന്റെ മുമ്പിൽ ഇനിയും മേലാൽ ഞാൻ സംസാരിച്ച് നിൽക്കില്ല, ഞാൻ തൃപ്തിപ്പെട്ട് നിൽക്കില്ല. വാട്ട് എവർ ഇറ്റ് കോസ്റ്റ് മീ, എന്തൊക്കെ എനിക്ക് അതിന് വില കൊടുക്കേണ്ടി വന്നാലും I'm just going to throw it away. I'm just going to discard it. പ്രിയമുള്ളവരെ, രാവിലെ തന്നെ അധികാലത്തെ ദൈവമേ ഞാൻ നിനക്കായി കാത്തിരിക്കുന്നു. 2 കാര്യങ്ങൾ അവിടെ എടുത്ത് എഴുതിയിരിക്കുന്നു. ഒന്ന് ദൈവത്തിന്റെ തേജസ്, അവന്റെ ശക്തി. യേശു നമുക്ക് വേണ്ടി
നമുക്ക് വേണ്ടി ഈ ആരാധനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഓരോരുത്തർക്കും വേണ്ടി നമ്മുടെ തൊട്ടരികിലുണ്ട് രണ്ട് കരം ഉയർത്തി യേശുവോട് ഇന്ന് പകൽ ഈ ഉടമ്പടി ചെയ്യുമ്പോൾ, യേശുവേ, ഈ നിമിഷം മുതൽ ഇനി ഒന്നും എന്നെ തടഞ്ഞു നിർത്തുവാൻ ഞാൻ അനുവദിക്കില്ല. യേശുവേ, നിന്നിലേക്ക് വരുന്നതിൽ നിന്ന് ഒന്നും ഇനി എന്നെ തടയുവാൻ ഞാൻ അനുവദിക്കുന്നില്ല. യേശുവേ, നിന്റെ വിടുതൽ അനുഭവിക്കുന്നതിൽ നിന്ന് ഒന്നും ഇനി എന്നെ തടയുവാൻ ഞാൻ അനുവദിക്കില്ല. യേശുവേ, നിന്റെ സമൃദ്ധമായ ജീവൻ ഞാൻ അനുഭവിക്കുന്നതിൽ നിന്ന് ഒന്നും എന്നെ തടയുവാൻ ഞാൻ അനുവദിക്കുന്നില്ല. രണ്ട് കരങ്ങളും ഉയർത്തി യേശുവിന്റെ സന്നിധിയിൽ, one thing, Lord, that I desire to see your power and to see your beauty, Lord, and to see your glory. കർത്താവേ, നിന്റെ മഹത്വവും നിന്റെ ശക്തിയും നിന്റെ ബലവും, യേശുവേ, നിന്റെ വിടുതല്, നിന്റെ നിത്യജീവൻ അനുഭവിക്കുന്നതിന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇനി മേലാ തടസ്സങ്ങളുടെ മുമ്പിൽ ഞാൻ തളച്ചിടപ്പെടുകയില്ല. Here I am, Lord. I am coming to you, Lord, to see your glory, to experience your power. നിന്റെ ശക്തി അനുഭവിക്കേണ്ടതിന്, നിന്റെ മഹത്വം അനുഭവിക്കേണ്ടതിന് ഞാനിത് അടുത്തു വരുന്നു. രണ്ട് കരങ്ങളും ഉയർത്തി ആ ആഗ്രഹത്തോടെ നിൽക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരോട് പറയട്ടെ, ഞാൻ പ്രാർത്ഥിക്കാൻ പോകുകയാണ്. കർത്താവ് അത്ഭുതകരമായ വിടുതൽ നിങ്ങൾക്ക് നൽകുവാൻ ഇഷ്ടപ്പെടുന്നു. ഈ സന്ദർഭത്തിൽ തന്നെ രണ്ട് കരങ്ങളും ഉയർത്തി പ്രാർത്ഥിക്കുക. യേശുവിന്റെ നാമത്തിൽ, യേശുവേ, അവിടുന്ന് എന്നെ തൊടണമേ. ആ ബർത്തിമയെ പോലെ, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ, എന്നോട് ദയ തോന്നണമേ, എന്നെ സ്പർശിക്കണമേ, എന്നെ വിടുവിക്കണമേ, എനിക്ക് നന്മ നൽകണമേ, നിത്യജീവൻ എന്നെ ഉടമയാക്കണമേ, അടിമത്തങ്ങൾ തന്നെ വിടുവിക്കണമേ. യേശുവേ, എല്ലാവരും ഞാൻ നിനക്ക് വേണ്ടി ജീവിക്കുവാൻ ഇഷ്ടപ്പെടുന്നു. നിന്റെ മകളാ, നിന്റെ മകനാ, എന്നെ കൈക്കൊള്ളണമേ. ഹൃദയത്തിൽ നിന്ന് നിലവിളി ഉയർത്തുന്നവർ രണ്ട് കരങ്ങളും ഉയർത്തി പ്രഭാതത്തിൽ, യേശുവേ, യേശുവേ, I'm coming to you, Lord. I'm casting away everything that was holding me from getting to Jesus, Lord. യേശുവിന്റെ അരികിലേക്ക് ഞാൻ വരുന്നതിൽ എന്നെ തടഞ്ഞു നിർത്തിയിരുന്ന സകലതിനെയും every relationship, each and every bondage undergone, ഏതൊക്കെ നിലയിലുള്ള അടിമത്തങ്ങൾ എന്റെ മീതെ ഉണ്ടായിരുന്നു, അവയെ മുഴുവൻ ഞാൻ വലിച്ചെറിയുന്നു. Lord, I'm coming to you. Lord, I'm coming to you. Lord, I'm coming to you. യേശുവിന്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഓരോ ജീവിതത്തിന്റെ മേലും ദൈവത്തിന്റെ വ്യക്തമായ കരം ഇപ്പോൾ തന്നെ ഉണ്ടാകട്ടെ. യേശുവിന്റെ നാമത്തിൽ മുറിഞ്ഞു മാറേണ്ടത് മുറിഞ്ഞു മാറട്ടെ, ഉളവായി വരേണ്ടത് ഉളവായി വരട്ടെ, മാറേണ്ടത് മാറട്ടെ, സൗഖ്യമാകേണ്ടത് സൗഖ്യമാകട്ടെ. ഓ, യേശുവിന്റെ നാമത്തിൽ പുതിയ വാതിലുകൾ തുറക്കപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ ഓരോ കുടുംബവും അനുഗ്രഹിക്കപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ ഓരോ ജീവിതവും ഉയർച്ച പ്രാപിക്കട്ടെ. ഈ അടുത്ത ചില നിമിഷങ്ങളിൽ ഞങ്ങൾ ഒന്നിച്ച് ആയിരിക്കുമ്പോൾ ആരാധനയിൽ, പ്രാർത്ഥനയിൽ യേശു എന്നെ വിടുവിച്ചെന്ന് ഓരോരുത്തരും സാക്ഷ്യപ്പെടുത്തുന്നു. To God be the glory. Jesus. പ്രിയമുള്ളവരെ, let's grow close to Jesus. നമുക്ക് യേശുവിന്റെ അടുത്തേക്ക് ചെല്ലാം. Let this be our decision. Nothing is going to stop me from getting to Jesus for my breakthrough. Beloved, I tell you, you are born for God's miracles in your life. നിങ്ങൾ ജനിച്ചിരിക്കുന്നത് ദൈവത്തിന്റെ അത്ഭുതങ്ങൾക്ക് വേണ്ടിയാണ്. നിങ്ങളുടെ ജനനം തന്നെ ദൈവത്തിന്റെ ഒരു അത്ഭുതമാണ്. രണ്ട് കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിച്ചു. ഇന്ന് എന്റെ വിടുതലിന്റെ പകലാണ്, ഇന്നെന്റെ നന്മയുടെ പകലാണ്, ഇന്നെന്റെ ഉയർച്ചയുടെ പകലാണ്. ലൂക്കോസ് 1:37 ദൈവത്തിന് ഒരു കാര്യവും സാധ്യമല്ല. ഈ ആരാധനയിൽ ബ്രദറിന്റെയും സിസ്റ്ററിന്റെയും മക്കൾ അലീഷ, നീതു, നീതി, അതുപോലെ ലീനയുടെ മകളായ ശില്പ, ഇത്രയും പേരുടെ പഠനത്തിന് വേണ്ടി പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ കർത്താവ് ഈ കുട്ടികളെ നിന്റെ കരങ്ങളിലേക്ക് ഫലമേൽപ്പിക്കുകയാണ്. അവരുടെ ഭാവി നീ അനുഗ്രഹിക്കണം. കർത്താവ് അവരുടെ പഠനത്തോട് നീ കൂടെ ഇരിക്കണം. ദൈവിക നാമ മഹത്വത്തിന് കർത്താവ് കുഞ്ഞുങ്ങളെ നീ അനുഗ്രഹിക്കുന്നതിനായ സ്തോത്രം. യേശുവിന്റെ നാമം.
ശാന്ത വിളിച്ചിരിക്കുന്നു. മകന് 35 വയസ്സിൽ കല്യാണം നടക്കണം. ഭയങ്കര മദ്യപാനം, അതുപോലെ ശാന്തിക്കെല്ലിന് തേയ്മാനം, തൈറോയ്ഡ്. കുടുംബം അനുഗ്രഹിക്കപ്പെടണം. ഞങ്ങൾ ഒന്നിച്ച് കർത്താവെ കുടുംബത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ. മകൻ അനുഗ്രഹിക്കപ്പെട്ട വിവാഹം നടക്കട്ടെ. മദ്യപാന ശക്തി മാറിപ്പോകട്ടെ കർത്താവെ. ശാന്തയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. എല്ലാ രോഗത്തിന്റെ ശക്തികളും യേശുവിന്റെ നാമത്തിൽ അഴിഞ്ഞു മാറട്ടെ. കുടുംബം എല്ലാ മേഖലയിലും അനുഗ്രഹം പ്രാപിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ തന്നെ. അതിന്റെ അർജന്റായിട്ടുള്ളൊരു വിഷയം ടെലഫോണിൽ ഇപ്പോൾ വന്നിട്ടുണ്ട്. സന്ധ്യ പേരൂർക്കട 3 മാസം പ്രഗ്നന്റ് ആണ്. രാവിലെ മുതൽ ഭയങ്കര ബ്ലീഡിങ്. ഒന്നിച്ച് പ്രാർത്ഥിക്കാം. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആ ശരീരം സൗഖ്യമാകട്ടെ. 100% നോർമൽസി ആ സന്ധ്യയുടെ ശരീരത്തിൽ ഉണ്ടാകട്ടെ. യേശു ചെയ്ത വലിയ മഹത്വം, വലിയ വിടുതൽ ഇപ്പോൾ തന്നെ അവൾ സാക്ഷ്യപ്പെടുത്തട്ടെ. യേശുവിൻ നാമത്തിൽ പിതാവേ. തിരുവനന്തപുരത്ത് ബേബി എന്ന സിസ്റ്റർ വിളിച്ചിരിക്കുന്ന ഭർത്താവിനെ സംസാരശേഷി വീട്ടിലിടണം. തൊണ്ടയിൽ ഉള്ള തടസ്സം മാറണം. വിട്ടുമാറാത്ത പനിയുണ്ട്. പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ കർത്താവേ അദ്ദേഹത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ ആ സംസാരശേഷി തിരികെ ലഭിക്കുമാറാകട്ടെ. കർത്താവേ തൊണ്ടയുടെ തടസ്സത്തിൽ മാറ്റിയാട്ടെ. കർത്താവേ ശാരീരികമായ സൗഖ്യം ഇപ്പോൾ ജീവിതത്തിന് നൽകിയതിനായി സ്തോത്രം ചെയ്യും. യേശുവിന്റെ തിരുവനന്തപുരത്ത് നിന്ന് ലീന വിളിച്ചിരിക്കുന്നു. മകൻ ആൽവിനെ പഠിക്കാൻ ബുദ്ധിയും കഴിവുമുണ്ടാകണം. അതുപോലെ അച്ഛനേക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഭർത്താവ് ഗൾഫിൽ ആഗ്രഹിക്കുന്നു. കുടുംബം അനുഗ്രഹിക്കപ്പെടണം. ഞങ്ങൾ ഒന്നിച്ച് കർത്താവെ കുടുംബത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ആവശ്യമായ ദൈവകൃപ ജ്ഞാനവും പകർന്നു കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ വെളി രാജ്യത്തെ കടന്നു പോകാൻ ആഗ്രഹിക്കുന്നല്ലോ, ഇതിനാവശ്യമായ വഴികൾ വാതിൽ തുറന്നു കൊടുക്കണം. യേശുവിന്റെ നാമത്തിൽ തന്നെ. സുരേഷ് റോസിയുടെ വിദ്യാഭ്യാസത്തിനായി പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്നു. മകളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. മകളുടെ വിദ്യാഭ്യാസം നീ അനുഗ്രഹിക്കണമേ. കൃപ അവളോട് കൂടെ ദൈവിക ജ്ഞാനത്തെ തുറന്നു കൊടുക്കുന്നതിനായി സ്തോത്രം. വിളിച്ചിരിക്കുന്നു. മകൾക്ക് മാനസിക പ്രയാസങ്ങൾ ഭാരപ്പെട്ടു. കർത്താവും ഉപയോഗിക്കുന്നു. 1 ലക്ഷം കടമുണ്ട്. മകന് ശ്വാസമുണ്ട്. കർത്താവെ മകളെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നപ്പ ദൈവിക സ്വാതന്ത്ര്യം കൊടുത്താട്ട് കർത്താവെ. അതുപോലെ ഭർത്താവിന്റെ കർത്താവെ ദുസ്വഭാവം യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. സാമ്പത്തിക ബുദ്ധിമുട്ട് മാറട്ടെ കർത്താവെ. അതുപോലെ ശ്വാസമുട്ടൽ യേശുവിന്റെ നാമത്തിൽ പൂർണ്ണമായ സൗഖ്യവും ആരോഗ്യവും ഉണ്ടാകട്ടെ. യേശുവിന്റെ നാമത്തിൽ തന്നെ. കാരിതാസ് ഹോസ്പിറ്റലായിരിക്കുന്ന ജിഞ്ചു കാരിതാസ് ഹോസ്പിറ്റൽ ലേബർ റൂമിലായിരിക്കുന്നു. സുഖപ്രസവം നടക്കേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ജിഞ്ചു അരുൺ കോട്ടയത്ത് നിന്ന് ആവശ്യപ്പെട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ മകൾക്ക് സുഖകരമായ ഡെലിവറി ഉണ്ടാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട വൈതലുമായി ആ കുടുംബം സന്തോഷിക്കുവാൻ യേശുവിൻ നാമത്തിൽ ഇടയാകട്ടെ. യേശുവിന്റെ നാമത്തിൽ പിതാവേ. മകൾ എന്തോ കണ്ട് പേടിച്ചു. കുറെ നാളായിട്ട് മരുന്ന് കഴിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. ആ പേടി മാറേണ്ടതിന് എങ്കിലും പേടി മാറുന്നില്ലായിരുന്നു. ആ സന്ദർഭത്തിലാണ് പ്രേയിങ് കേരള എന്ന ഈ ശുശ്രൂഷയിലേക്ക് വിളിച്ചു പറഞ്ഞത്. ദൈവത്തിന്റെ ജനം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. യേശു അത്ഭുതം പ്രവർത്തിച്ചു. മകളെ കർത്താവ് പൂർണ്ണമായി വിടുവിച്ചു. യേശു കൊടുത്ത വിടുതലിന് 2 കരങ്ങളും ഉയർത്തി നമുക്ക് ദൈവത്തിന് നന്ദിയോട് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങൾ ഒന്നിച്ച് ആ കുടുംബത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. ഇനി ഒരു ബാധയും ആ കുടുംബത്തോട് അടുക്കാതെ അവിടുന്ന് വീണ്ടും സൂക്ഷിക്കേണ്ടതിന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ അവരെ അനുഗ്രഹിക്കുന്നു. യേശുവിൻ നാമത്തിൽ പിതാവേ. മേരി അബ്രഹാമാണ് ആ വിവരം വിളിച്ചു പറഞ്ഞിരുന്നത്. സുഭദ്ര കോവളത്തിൽ നിന്ന് വിളിച്ചിരിക്കുന്നു. ഭർത്താവിന് പുകവലി, 2 മക്കൾക്കും ജോലിയില്ല. മകൾക്ക് ജോലി ശരിയാകണം. PSC റാങ്ക് ലിസ്റ്റിൽ പേരുണ്ട്. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഈ കുടുംബത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഭവനം വിട്ട് പുറത്തു പോകട്ടെ. നിന്റെ മകൻ കർത്താവിനെ സ്നേഹിപ്പാൻ, അവൻ ദൈവസന്നിധിയിലേക്ക് മടങ്ങി വരുവാൻ ഇടയാകട്ടെ. യേശുവിന്റെ നാമത്തിൽ. 9 മാസമായി ശമ്പളം പിടിച്ചു വെച്ചിരിക്കുന്നു. വലിയ ക്ലേശങ്ങളിലൂടെ കടന്നു പോകുന്നു. മസ്കറ്റിൽ നിന്ന് രാമചന്ദ്രവർമ്മ വിളിച്ചിരുന്നു. UP-യില് ബഹാദൂർ ഗഞ്ചുകാരന് ഇന്നലെ ഉച്ച കഴിഞ്ഞ് 4 മണി ആയപ്പോ ഈ മനുഷ്യന് അദ്ദേഹത്തിന്റെ കൂടെ ജോലി ചെയ്യുന്ന മിസ്റ്റർ സോമൻ, അദ്ദേഹം മസ്കറ്റിൽ നിന്നാണ് ഫോൺ വിളിച്ചിട്ട് ഞങ്ങൾക്ക് കണക്ട് ചെയ്ത് വിലപിക്കുക. 9 മാസങ്ങളായി അദ്ദേഹത്തിന് ശമ്പളം ലഭിക്കുന്നില്ല. അല്പം പൈസ കിട്ടും, ബാക്കി പൈസ പിടിച്ചു വെച്ചിരിക്കുക. കുടുംബം വിവിധ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കണം. നമുക്ക് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. രാമചന്ദ്രവർമ്മയ്ക്കായി പ്രാർത്ഥിക്കാം. അദ്ദേഹം രാമചന്ദ്രവർമ്മ ഫ്രം ഉത്തർപ്രദേശ് ബഹാദൂർ ഗഞ്ചുകാരനാണ്. മസ്കറ്റിൽ ഇപ്പോൾ ജോലിയിലായിരിക്കുന്നത്. അതോടൊപ്പം ലോകത്തിന് അനേക രാജ്യങ്ങൾ കഷ്ടപ്പെടുന്ന അനേകരുടെ ശമ്പളം ലഭിക്കാതെ, ശമ്പളം പിടിച്ചു വെക്കുവാൻ ബൈബിൾ അനുവാദം തരുന്നില്ല. വേലക്കാരന്റെ കൂലി നിലവിളിക്കാൻ അനുവദിക്കരുതെന്നാണ് ബൈബിൾ പറഞ്ഞിരിക്കുന്നത്. നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം.
ആ നുകം അവിടുന്ന് മാറട്ടെ. ജീവിതങ്ങളുടെ കരങ്ങളിൽ ലഭിക്കേണ്ട നന്മകൾ, അവരുടെ അധ്വാന ഫലം അവരുടെ കരങ്ങളിൽ വരട്ടെ. താങ്കളോ താങ്കളുടെ പ്രിയപ്പെട്ടവരോ അങ്ങനെ ആയിരിക്കുന്നെങ്കിൽ ഈ പകൽ നമ്മൾ ഒന്നിച്ച് പ്രാർത്ഥിക്കാൻ പോകുക. യേശു ഈ പകൽ, യേശു ഈ പകൽ, യേശു ഈ പകൽ, യേശു ഇപ്പോൾ. Now Jesus is going to release you. യേശുവിന്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ആ നുകം ഉടഞ്ഞു മാറട്ടെ. യേശുവിന്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. അവരുടെ അധ്വാന ഫലം അവരുടെ കരങ്ങളിൽ വരട്ടെ. നന്മ കൊണ്ടവർ നിറയപ്പെടട്ടെ. ഈ യുപിക്കാരൻ രാമചന്ദ്ര വർമ്മയ്ക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവന് ലഭിക്കേണ്ട സകല നന്മയും ഇന്നും കരങ്ങളിലേക്ക് വരട്ടെ. യേശുവിൻ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ പിതാവേ. അംഗം തിരുവനന്തപുരത്ത് നിന്ന് വിളിച്ചിരിക്കുന്നു. ഭർത്താവിന് 2 വർഷമായി മാനസിക പ്രയാസം, മദ്യപാനം, ഉറക്കമില്ല, കുടുംബ സമാധാനമില്ല. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ കുടുംബത്തെ അനുഗ്രഹിക്കുന്നു. എല്ലാ മേഖലയിലും ഒരു സ്വസ്ഥത വെളിപ്പെടട്ടെ. അന്ധകാര ശക്തി കെട്ടുപോകട്ടെ. ദൈവകൃപയിൽ വർദ്ധിച്ചു വരുവാനിടയാകണം. യേശുവിൻ നാമത്തിൽ തന്നെ. 16 വർഷമായി ഭർത്താവിന്റെ മദ്യപാനം കാരണം സമാധാനമില്ല, അമിതമായ ദേഷ്യം, മക്കൾക്ക് പഠിക്കുവാൻ സാധിക്കുന്നില്ല. കുടുംബത്തിന്റെ സമാധാനം കിട്ടും. മദ്യപാനം, ദേഷ്യം മാറണം. ദൈവത്തിന്റെ വലിയ പ്രവൃത്തി കുടുംബപ്പെടണം. ചേർന്ന് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ആ കുടുംബത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാ. സകല ബുദ്ധിയെയും കവിയുന്ന സമാധാനം അവിടെ ഉണ്ടാകട്ടെ. ആ മദ്യപാനത്തിന്റെ ആത്മാവ് മാറട്ടെ. മക്കൾക്ക് നന്നായി പഠിക്കുവാൻ കഴിയട്ടെ. ദൈവത്തിന്റെ പ്രവൃത്തി കുടുംബത്തിൽ വെളിപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ധാരാളം ആളുകൾ ഇവിടേക്ക് ടെലിഫോൺ ചെയ്തിട്ട് പറയാറുണ്ട്, ബ്രദറെ അല്പസമയം കൂടെ ആരാധനയ്ക്ക് ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളുടെ കുടുംബത്തിനകത്ത് ആനന്ദമാണ്. കേരളയിൽ ഈ ആരാധനയ്ക്ക് പങ്കെടുക്കുമ്പോൾ അങ്ങനെയെങ്കിൽ അടുത്ത പ്രാർത്ഥന വിഷയം പ്രാർത്ഥിക്കുന്നതിന് മുമ്പായിട്ട് 2 കരങ്ങൾ ഉയർത്തി അറിയാവുന്ന ഈ പാട്ട് ചേർന്ന് പാടിക്കൊണ്ട് നമ്മെ വിളിച്ചിരിക്കുന്നു. സജു, ഡാനിയൽ, ഏബ്രഹാം, മാത്യു, ചെറിയ മാത്യു 3 കുഞ്ഞുങ്ങളുടെ വിവാഹം നടക്കണം. നമ്മുടെ ഷുഗർ, BP, കൊളസ്ട്രോൾ സൗഖ്യമാണെന്ന് പ്രാർത്ഥിക്കണം. കർത്താവേ, ഞങ്ങൾ ഒന്നിച്ച് 3 കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കാൻ പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കാൻ വിവാഹം 3 പേർക്കും ഉണ്ടാകട്ടെ. പ്രിയ മാതാവിനെ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. യേശുവിൻ നാമത്തിൽ വിളിച്ചിരിക്കുന്നു. 9 മാസമായി വലുതിച്ചവയ്ക്ക് കേൾവിക്കുറവ് പ്രാർത്ഥിക്കണം. അവയെ ഞങ്ങൾ ഒന്നിച്ചമാനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. കേൾക്കുമോ മാറുമോ കർത്താവേ, ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ കർത്താവേ അച്ഛനെ തുറന്നു വരട്ടെ കർത്താവേ. കർത്താവ് അത് ചെയ്യുന്നതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ട്രിവാൻഡ്രത്ത് നിന്ന് മുത്തമ്മ വിളിച്ചിരിക്കുന്നു. ഭർത്താവിന്റെ മദ്യപാനമാണ്. വിദേശത്ത് വഴി തുറക്കപ്പെടണം. മക്കൾ 3 പേര് അനുഗ്രഹിക്കപ്പെടണം. വീട് പണി പൂർത്തിയാണ്. കുടുംബ സമാധാനം ഉണ്ടാകണം. കർത്താവിനെ ഒന്നിച്ച് കുടുംബത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ എല്ലാ മേഖലയിലും ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്. കുഞ്ഞുങ്ങളുടെ വിദ്യാലയത്തെ അനുഗ്രഹിച്ചാൽ വിജയത്തിൽ പോകേണ്ട വഴി തുറന്നാട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ. തിരുവനന്തപുരത്ത് നിന്ന് സുശീല വിളിച്ചിരിക്കുന്നു. ബ്രസ്റ്റിൽ മൂളയാണ്, ക്യാൻസറാണ്. പ്രത്യേകം പ്രാർത്ഥിക്കുന്നത് പോലെ ഓപ്പറേഷൻ കൂടാതെയുള്ള സൗഖ്യത്തിന് വേണ്ടി കർത്താവെ ഞങ്ങൾ ഒന്നിച്ചമോളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. മോളുടെ ശരീരത്തിലുള്ള മൂള യേശുവിന്റെ നാമത്തിൽ മാറി. ക്യാൻസറിന്റെ ആത്മാവ് യേശുവിന്റെ നാമത്തിൽ മാറട്ടെ. ഓപ്പറേഷൻ കൂടാതെ തന്നെ ദൈവപ്രവൃത്തിയോട് വെളിപ്പെടട്ടെ കർത്താവേ, യേശുവിന്റെ നാമത്തിൽ തന്നെ. പാലക്കാട് സാറാമ വിളിച്ചിരിക്കുന്ന ആങ്ങളുടെ മകൾ അന്യജാതക്കാരനെ കല്യാണം കഴിച്ചു. 15 വയസ്സുള്ള മകളുണ്ട്. ഇപ്പോൾ ഡൈവോഴ്സിലേക്ക് നീങ്ങുന്നു. അല്പം വിടുതലുണ്ടാകേണ്ടതിന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങൾ ഒന്നിച്ച് ആ മകളുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അത് തകരുവാനല്ല, കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നവർ ഒന്നിച്ച് സമാധാനത്തിൽ സന്തോഷത്തോടെ പോകാൻ അങ്ങ് സഹായിക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ. പ്രവീൺ വിളിച്ചിരിക്കുന്നു. പോലീസ് സൈബർ ടെസ്റ്റാണ്. പ്രാർത്ഥിക്കണം. ഞങ്ങൾ ഒന്നിച്ച് കർത്താവെ മകനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ആ ടെസ്റ്റിന് ആവശ്യമായി ജ്ഞാനവും പരിജ്ഞാനവും അവിടുന്ന് പകർന്നു കൊടുത്താണ്. അത് പാസ്സാവുന്ന ഗുണം കർത്താവ് സഹായിക്കണം. യേശുവിന്റെ നാമത്തിൽ തന്നെ. രണ്ടാമത്തെ മകന് കിഡ്നി സ്റ്റോണായി ഭാരപ്പെടുമ്പോഴാണ് പ്രാർത്ഥിക്കുന്ന കേരളത്തിൽ വിളിച്ച് പ്രാർത്ഥിച്ചത്. കർത്താവ് അത്ഭുതം പ്രവർത്തിച്ചു. കംപ്ലീറ്റായ സൗഖ്യം കർത്താവ് മകൻ നൽകിയെന്ന് പേര് പറയരുതെന്ന് പറഞ്ഞ് കൊല്ലത്തുനിന്ന് ഒരു വ്യക്തി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന് ആ വ്യക്തിയുടെ മൂത്ത മകന് ന്യൂസിലൻഡിലേക്ക് പോകേണ്ടതിനുള്ള തടസ്സങ്ങൾ മാറുവാൻ പ്രാർത്ഥിക്കുവാനായിട്ട് അപേക്ഷിച്ചിട്ടുണ്ട്. 20 ലക്ഷം രൂപയുടെ ആവശ്യപ്പെട്ട് പ്രാർത്ഥിക്കാം. 26/6/2013
ന്യൂസിലൻഡിൽ പോവുകയും വേണം. നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. യേശുവിന്റെ നാമത്തിൽ കർത്താവേ, ഈ മകന് ന്യൂസിലൻഡിലേക്കുള്ള അഡ്മിഷന് അദ്ദേഹത്തിന് പോകേണ്ടത് 20 ലക്ഷം രൂപ, എല്ലാ കാര്യങ്ങളും യേശുവിന്റെ നാമത്തിൽ വളരെ വ്യക്തമായി ക്രമീകരിക്കപ്പെടട്ടെ. ഒന്നും മുടങ്ങാതെ എല്ലാം യേശുവിന്റെ നാമനിമിത്തം നന്മയായി അനുഭവിക്കാൻ അവിടെ നിലയാകും. യേശുവിന്റെ നാമത്തിൽ പിതാവേ, നിങ്ങളുടെ മക്കളോ സഹോദരങ്ങളോ ഭർത്താവോ ഭാര്യയോ വിദേശ രാജ്യത്ത് പഠനത്തിന് വേണ്ടി പോകുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, പഠനത്തിന് വേണ്ടി ഉപരിപഠനത്തിനായി പോകുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഇപ്പോൾ തന്നെ ഞങ്ങളോട് ചേർന്ന് കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുക. 7 മണിക്ക് ശേഷം ആ വിവരങ്ങൾ ടെലഫോണിൽ വിളിച്ചു പറയുക. തീർച്ചയായിട്ടും നിരന്തരം ദൈവത്തിന്റെ മക്കൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കും. ഞാൻ ചേർന്ന് പ്രാർത്ഥിക്കാം. യേശുവിന്റെ നാമത്തിൽ അത്ഭുത വഴികൾ അവർക്ക് ലഭിക്കട്ടെ. വിസ പ്രോസസിംഗ് വളരെ വേഗത്തിൽ നടക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ അവർ അനുഗ്രഹീതരാകട്ടെ. നല്ല നല്ല യൂണിവേഴ്സിറ്റീസിൽ, നല്ല നല്ല കോളേജുകളിൽ നല്ല നല്ല കോഴ്സസ് എടുത്ത് പഠിക്കുവാൻ, ഉയർന്ന നിലയിൽ അവർ പ്ലേസ്ഡ് ആകുവാൻ യേശുവിന്റെ നാമത്തിൽ ഇടയായി തീരട്ടെ. അതിനുള്ള എല്ലാ സാമ്പത്തിക നന്മകളും അവർക്ക് തുറന്നു കൊടുക്കും. യേശുവിൻ നാമത്തിൽ പിതാവേ. പ്രിയമുള്ളവരെ, സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഇപ്പോൾ തന്നെ വിളിച്ച് നിങ്ങളുടെ വിഷമിക്കുന്ന വിഷയങ്ങൾ പ്രാർത്ഥനയ്ക്കായി അറിയിക്കുക. തീർച്ചയായിട്ടും ദൈവത്തിന്റെ ജനം നമുക്ക് വേണ്ടി പ്രാർത്ഥനയിൽ ഉണ്ടാകും. ദൈവം നമ്മെ സഹായിക്കട്ടെ. തിരുവനന്തപുരത്ത് നിന്ന് ബാലു എന്നൊരു പിതാവ് വിളിച്ചിരിക്കുന്നു. മകൻ അഭിലാഷിന് 10ാം ക്ലാസ്സിന്റെ ക്ലാസ് തുടങ്ങുകയാണ്. പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ കർത്താവേ, മകനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പുതുവർഷത്തിൽ പുതിയ കൃപകളോടെ പഠിക്കാനുള്ള ദൈവിക ശേഷി മകന്റെ മുഖത്തെ കുരുക്കൾ വന്ന് പൊട്ടുന്നു. കാരാപ്പുഴയിൽ നിന്ന് വത്സല എന്നൊരു സഹോദരി വിളിച്ചിരിക്കുന്നു. പ്രിയ കർത്താവേ, യേശുവിന്റെ നാമത്തിൽ ഞങ്ങളെ പ്രിയ മകന് വേണ്ടി പ്രാർത്ഥിക്കുകയാ. ഇപ്പോൾ തന്നെ പൂർണ്ണ സൗഖ്യം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. പത്തനംതിട്ട ശിബിര എന്ന മാതാവ് വിളിച്ചിരിക്കുന്നു. ദേഹത്തിന്റെ കുരുക്കൾ സൗഖ്യമാക്കാൻ പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുകയാണ്. കർത്താവേ, ഇതിന്റെ കരങ്ങളിലേക്ക് കുഞ്ഞിനെ സമർപ്പിക്കണം. യേശുവിന്റെ നാമത്തിൽ ആ കുഞ്ഞിന്റെ ശരീരത്തിന്റെ കുരുക്കൾ മാറട്ടെ. ദൈവിക സൗഖ്യം അവിടെ വ്യാപരിച്ചതിന് മകൾ അഭിരാമി ബ്ലഡ് ക്യാൻസറിനാൽ ഭാരപ്പെടുന്നു. ആർസിസിൽ നിന്ന് ദീപ എന്നൊരു മാതാവ് വിളിച്ചിരിക്കുന്നു. ചേർന്ന് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, യേശുവിന്റെ നാമത്തിൽ ഞങ്ങളെ പ്രിയ മകളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാ. ഇപ്പോൾ തന്നെ ആ ക്യാൻസറിന്റെ എല്ലാ അണുക്കളും യേശുവിന്റെ നാമത്തിൽ ആ ശരീരത്തിൽ നിന്ന് മാറട്ടെ. ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. കുഞ്ഞിനെ അനുഗ്രഹിക്കുകയാണ്. കർത്താവേ, ആ ജീവിതത്തിന് കർത്താവേ തളർച്ച മാറട്ടെ. ദൈവിക സൗഖ്യം വ്യാപരിക്കട്ടെ. ഊർജ്ജസ്വല എഴുന്നേൽക്കുമാറാകട്ടെ. ഭർത്താവ് മരിച്ചിട്ട് 9 വർഷമായി അമ്മയുടെ സംരക്ഷണയിൽ ജീവിക്കുന്നു. തിരുവനന്തപുരത്ത് നിന്ന് സുജ എന്നൊരു സഹോദരി വിളിച്ചിരിക്കുന്നു. ഭവനമില്ല, 6.5 സെന്റ് സ്ഥലം വിറ്റിട്ട് വേണം വീട് വയ്ക്കുവാൻ. എത്രയും പെട്ടെന്ന് സ്ഥലത്തിന്റെ വിൽപ്പന നടക്കുവാൻ പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു. 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന മകൾക്ക് വേണ്ടി ദൈവസന്നിധിയിൽ പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു. ചേർന്ന് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ആ സഹോദരിയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാ. നന്മയുടെ വഴികളെ തുറന്നാട്ട്, സാമ്പത്തിക വഴികൾ ഒരുക്കിയാട്ട്, എല്ലാ കാര്യങ്ങളും അവിടുന്ന് ക്രമീകരിച്ചാട്ട്. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ലീലാരാജു നെടുമങ്ങാട്ട് വിളിച്ചു പറഞ്ഞിരിക്കുന്നത്, മകന്റെ വഴി വന്ന് അതിഭയങ്കരമായി പ്രയാസപ്പെടുമ്പോൾ പ്രാർത്ഥിക്കുന്ന കേരളത്തിൽ വിളിച്ച് പ്രാർത്ഥനയ്ക്കായി ആവശ്യപ്പെട്ടത് യേശു അത്ഭുത സൗഖ്യം നൽകി. കർത്താവിന്റെ നാമത്തിന് എല്ലാ മഹത്വം അർപ്പിക്കുന്നു. ഇന്ന് പ്രാർത്ഥിക്കുന്ന കേരളത്തിൽ കടന്നു വരണമെന്ന് ആഗ്രഹമുണ്ടെന്ന് നെടുമങ്ങാട് ലീലാരാജു അറിയിച്ചിട്ടുണ്ട്. ഞാൻ ഒരിക്കൽ കൂടി അറിയിക്കട്ടെ, ഈ ശുശ്രൂഷയിൽ രാവിലെ വന്ന് പങ്കെടുക്കാൻ താങ്കൾ ആഗ്രഹിക്കുന്നെങ്കിൽ ദയവായി ശേഷം വിളിച്ചു പറഞ്ഞ് ആ വിവരങ്ങൾ അറിയിക്കുക. സഹോദരങ്ങളുടെ ക്രമീകരണങ്ങൾ പറഞ്ഞു തരും. തീർച്ചയായിട്ടും നിങ്ങളിലൂടെ വന്ന് ഞങ്ങളോടൊപ്പം ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുവാൻ സാധിക്കും. ദൈവം നമ്മെ സഹായിക്കട്ടെ. 2 കരങ്ങളും ഉയർത്തി. ടെലഫോൺ വന്നിട്ടുണ്ട്. ഹലോ 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 ഹലോ.
പറഞ്ഞാട്ട് നെടുമങ്ങാട് നിന്ന് വിളിക്കുന്നു. പറഞ്ഞാട്ട്. ഹലോ നെടുമങ്ങാട് നിന്ന് വിളിക്കുന്നു. പറഞ്ഞോളൂ. പ്രധാനമായിട്ട് നമ്മൾ കടബാധ്യതയുണ്ട്, അതൊന്ന് മാറാനും പിന്നെ ഭർത്താവ് മാനസാന്തരപ്പെടാനും. പേരെന്തായിരുന്നു സിസ്റ്ററുടെ? വിളിക്കുന്ന ആളിന്റെ പേരെന്താ? എന്റെ പേര് ഇന്ദിര. നമുക്ക് പ്രാർത്ഥിക്കാം. യേശു അത്ഭുതം പ്രവർത്തിക്കും. എന്നോട് ചേർന്ന് ലോകരാജ്യങ്ങളിൽ നിൽക്കുന്ന ദൈവത്തിന്റെ ജനം ഒന്ന് ചേർന്ന് പ്രാർത്ഥിച്ച് ആ കുടുംബം അനുഗ്രഹിക്കപ്പെടണം, കടഭാരം മാറണം. അതുമാത്രമല്ല, അതുപോലെ വിഷമിക്കുന്ന ലക്ഷക്കണക്കിന് കുടുംബങ്ങൾ അവരുടെ നടുവിലാണ് നമ്മൾ പാർക്കുന്നത്. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. രണ്ട് കരങ്ങളും യേശു അത്ഭുതങ്ങളുടെ കർത്താവാകിയാൽ ആ യേശുവിൽ തന്നെ വിശ്വസിച്ചുകൊണ്ട് രണ്ട് കരകളും ഉയർത്തി എന്നോട് ചേർന്ന് പ്രാർത്ഥിച്ച് യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിക്കുന്നു, ആ കുടുംബത്തിനായി പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ അവരെ അനുഗ്രഹിക്കുന്നു. അവരുടെ ഹസ്ബൻഡില് മാനസാന്തരം ഉണ്ടാകട്ടെ. കുടുംബമായി യേശുവിനെ അനുഭവിച്ച് ജീവിപ്പാനിടയാക്കും. കർത്താവ് ചെയ്ത ഈ നന്മ യേശുവിൽ അവർ വിശ്വസിക്കേണ്ടതിന് നന്മയ്ക്കായി ഒരു അടയാളമായി തീരട്ടെ. യേശുവിൻ നാമത്തിൽ പിതാവേ. Because I know, yes I know, He holds my future, and the life is worth the living just because He lives. വീണ്ടും ഒരു ഫോൺ വന്നിട്ടുണ്ട്. പ്രമോദേ, എത്ര സന്തോഷമാണ് ആളുകൾക്ക്. നമുക്ക് ദൈവം ഇങ്ങനെ അവസരം ഒരുക്കത്തുമല്ലോ. നീറുന്ന വിഷയങ്ങളുടെ മുമ്പിൽ അപ്പോൾ തന്നെ വിളിച്ച് പ്രാർത്ഥിക്കുക. Come on. ഹലോ പറഞ്ഞാട്ടെ. സർ, എന്റെ പേര് ഷിജി എന്നാണ് സർ. ഞാൻ തിരുവനന്തപുരത്തുനിന്ന് വിളിക്കുന്നതാണ്. ഞാൻ എന്റെ ചേച്ചിയുടെ ഭർത്താവിനും എന്റെ അനിയനും വേണ്ടിയിട്ട് വിളിക്കുന്നതാണ് സർ. അവര് സൗദി അറേബ്യയിലാണ്. അപ്പം സ്വദേശിവൽക്കരണം കാരണം അവരുടെ ജോലി നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയിലാണ്. അപ്പം എന്റെ ചേച്ചിയുടെ ഹസ്ബൻഡിന് നാളെ ഒരു കമ്പനിയിൽ ചെല്ലാനായിട്ട് പറഞ്ഞിരിക്കുന്ന അസാമി സ്പോൺസർഷിപ്പും അറബി ശരിയാക്കി കൊടുക്കാം, ആ കമ്പനിയിൽ ജോലിയും കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം പുള്ളി ഒരുപാട് കിടന്ന് കഷ്ടപ്പെടേണ്. 10 ലക്ഷം രൂപയ്ക്ക് പുറത്ത് കടവും ഉണ്ട് അവർക്ക്. അപ്പൊ നാളെ പോകുന്നിടത്ത് ആ ജോലി ശരിയാവാനും അക്കാമെ സ്പോൺസർ എല്ലാം ശരിയായി ജോലിയിലൊന്ന് കയറാനായിട്ട് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം. അതുപോലെ എന്റെ അനിയന്റെ ജോലിയും ഒന്ന് ശരിയായി കിട്ടണം, അതിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം സർ. തീർച്ചയായിട്ടും പ്രാർത്ഥിക്കാം ഷിബി. ഞങ്ങൾ മാത്രമല്ല, ധാരാളം ദൈവമക്കൾ ലോകത്തിന്റെ ധാരാളം രാജ്യങ്ങളിൽ ഞങ്ങളോടൊപ്പം ഇപ്പോൾ തന്നെയുണ്ട്. ചേർന്ന് പ്രാർത്ഥിക്കുക. യേശു അത്ഭുതം പ്രവർത്തിക്കാൻ പോവുക. ഞങ്ങളോട് ചേർന്ന് ദൈവത്തിന്റെ മക്കൾ ചേർന്ന് പ്രാർത്ഥിച്ച് ആ നിലവിളിക്കുന്ന ആ ഒരു കുടുംബത്തിന്റെ സ്ഥിതി, ഒരു സഹോദരി നിലവിളിയാണ് നമ്മൾ കേട്ടത്. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. ഇതുപോലെ കഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. സൗദിയിൽ മാത്രമല്ല, മറ്റു പല രാജ്യങ്ങളിലും സ്വദേശിവൽക്കരണ നിമിത്തം ജോലി നഷ്ടപ്പെടുന്ന എത്രയോ പേരുടെ വിവരങ്ങൾ ഇവിടെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി അവരുടെ പ്രിയപ്പെട്ടവരോട് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ചേർന്ന് പ്രാർത്ഥിക്കാം, ഒന്നിച്ച് പ്രാർത്ഥിക്കാം. ഇത് അത്ഭുതത്തിന്റെ ദിവസമാണ്. 2-ാം തീയതി, മെയ് മാസം 2-ാം തീയതി 2013 യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു. അത്ഭുതകരമായ ദൈവപ്രവൃത്തി ഈ പ്രിയപ്പെട്ട കുടുംബത്തിൽ, ഈ പ്രിയപ്പെട്ടവർ ഉണ്ടാകട്ടെ. അവർക്ക് അക്കാമ ലഭിക്കട്ടെ, സ്പോൺസർഷിപ്പ് ലഭിക്കട്ടെ, 10 ലക്ഷം രൂപ കടം മാറട്ടെ, ജോലിയിൽ ഉറപ്പും ഉയർച്ചയും ഉണ്ടാകട്ടെ. ഇരുവരുടെ കണ്ണുനീരപ്പെടുന്ന തുടയ്ക്കും. ഈ കുടുംബങ്ങൾ, ജീവിതങ്ങൾ യേശുവിൽ സന്തോഷിക്കട്ടെ. യേശു ചെയ്ത നന്മ അവരുടെ വായ് കൊണ്ട് തന്നെ വിളിച്ചു പറഞ്ഞ് അവർ നിന്നെ മഹത്വപ്പെട്ടത് കർത്താവേ. അതോടൊപ്പം കർത്താവേ, ജോലി നഷ്ടപ്പെടുമെന്ന ഭീതിയിലായിരിക്കുന്ന ധാരാളം പ്രിയപ്പെട്ടവരുണ്ട്. ഞങ്ങൾ അവർക്കായി പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ കരം അവരോട് കൂടെ ഇരിക്കണം. ഉയർച്ചയും നന്മയും അവർക്ക് നൽകോ യേശുവിൻ നാമത്തിൽ പിതാവേ. പ്രിയമുള്ളവരെ, ഭാവിയെ ഓർത്ത് വിഷമിക്കാതെ നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചിട്ടുള്ള അവൻ നിന്നെ പുലർത്തുമെന്ന് പറഞ്ഞു ആ യേശുവിന്റെ കരങ്ങളിലേക്ക് നമ്മെയും നമ്മുടെ വിഷമങ്ങളെയും ആവശ്യങ്ങളെയും ഭാരങ്ങളെയും അർപ്പിച്ച് ഞങ്ങളോട് ചേർന്ന് ഈ പാട്ട് ചേർന്ന് പാടൂ. സൗഖ്യം ജീവിച്ചു മരിച്ചവൻ എന്നെ രക്ഷിപ്പാനാ എന്നും ജീവിക്കുന്നവൻ എന്നെ കരുതാ. താൻ വാഴുകയാ ആകുലമില്ല
പ്രിയമുള്ളവരെ, നമ്മെയും നമ്മുടെ ഭാരങ്ങളെ വഹിക്കുവാൻ നമ്മുടെ ഭാവി ആരംഭത്തിൽ തന്നെ അവസാനം അറിയുന്ന കർത്താവ് യേശു നമുക്കായുള്ളതുകൊണ്ട് നമ്മൾ വിഷമിച്ച് നമ്മുടെ ആയുസ് പുകഞ്ഞു കളയാൻ അനുവദിച്ചു കളയാതെ യേശുവിൽ ആശ്രയിക്കും, യേശുവിൽ വിശ്വസിക്കും. അവിടുന്ന് നമുക്കായി അത്ഭുത വഴികൾ തുറക്കും. വഴിയില്ലാത്തടത്ത് യേശു വഴിയാണ്. യേശുവിൽ മറുപടിയുണ്ട്. യേശുവിൽ നമുക്ക് ശുഭമായ ഭാവിയുണ്ട്. പ്രമോദേ, നമ്മുടെ പ്രാർത്ഥിക്കുന്ന കേരളത്തിന്റെ 100ാമത്തെ എപ്പിസോഡ് സ്പോൺസർ ചെയ്യാൻ നമ്മൾ വീണ്ടും നമ്മുടെ സഹോദരി സഹോദരന്മാരെ ക്ഷണിക്കുന്നു. പ്രമോദ്, ഇന്നലെ എന്നെ ഇത് കഴിഞ്ഞ് 7:15 എന്നെ ഒരു സഹോദരൻ വിളിച്ചു, ഒരു എപ്പിസോഡെങ്കിലും സ്പോൺസർ ചെയ്യാൻ നിങ്ങൾ ഞങ്ങൾക്കൊരു അവസരം തന്നല്ലോ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. കോട്ടയം ക്രൈസ്റ്റ് ചാപ്പൽ കുടുംബമാണ് ഈ ശുശ്രൂഷയുടെ ആരംഭം മുതലുള്ളതായ ചെലവുകൾ വഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ ഇല്ലായ്മയിൽ നിന്നും കർത്താവിന്റെ മേലേക്ക് ജനം ജീവിതങ്ങൾ ലോകരാജ്യങ്ങൾ വിടുവിക്കപ്പെടണം, ആ ഒരൊറ്റ സ്വപ്നത്തിൽ നിന്നുകൊണ്ടാണ് ഞങ്ങൾ ശുശ്രൂഷ ചെയ്യുവാൻ ഞാനും എൻ്റെ കുടുംബത്തിലുള്ള എൻ്റെ സഹോദരി സഹോദരന്മാർ ഞങ്ങളതിന് തയ്യാറായത്. ഞങ്ങളോടൊപ്പം ആ ഭാരം വഹിക്കുവാൻ താങ്കൾ മുമ്പോട്ട് വരുന്നതിൽ ഞങ്ങൾ പ്രത്യേകം നന്ദി അറിയിക്കുക മാത്രമല്ല, കർത്താവിന്റെ അനുഗ്രഹങ്ങളും ഉയർന്ന പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നമ്മോടെ തീർച്ചയായിട്ടും 100ാമത്തെ എപ്പിസോഡ് ഭയങ്കര ഒരു വിടുതൽ. അത് മാത്രമല്ല, ഈ മാസം 17, 18, 19 3 ദിവസങ്ങൾ 2 മണിക്കൂർ വീതം നമ്മുടെ പ്രിയപ്പെട്ടവർ ലോകത്തിന്റെ ഏതു രാജ്യത്തായിരിക്കുന്നെങ്കിലും അവരിൽ വിവരം അറിയിക്കണം. എറണാകുളത്ത് എക്സഡസ് വർഷിപ്പ് ടീം നമ്മോടൊപ്പം ഉണ്ടായിരിക്കും. അതിഥികളായിട്ട് മറ്റു പല കർത്തൃദാസന്മാർ നമ്മോടൊപ്പം ഉണ്ടായിരിക്കും. അടുത്ത ദിവസങ്ങളിൽ അതിഥികളായി അനേക ദൈവദാസന്മാർ നമ്മോടൊപ്പം ശുശ്രൂഷയിൽ ടെലിഫോൺ ലൈനിലും നേരിട്ട് ഇവിടെ എത്തിച്ചേരുന്നതായിരിക്കും. നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. ആയിരങ്ങൾ വിടുവിക്കപ്പെടുന്നത് ഓരോ ദിവസവും ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു, ഞങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു. ഞങ്ങളോടൊപ്പം നിൽക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവിന്റെ നാമത്തിൽ ഞങ്ങൾ അനുമോദിക്കുന്നു. 100ാമത്തെ എപ്പിസോഡിൽ അതിന്റെ ഭാരം വഹിക്കുവാൻ ഞങ്ങൾ താങ്കളെ സ്വാഗതം ചെയ്തുകൊണ്ട് പരിശുദ്ധാത്മാഭിഷേകത്താൽ നിറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. മാത്യു ആലുവയിൽ നിന്ന് ആവശ്യപ്പെട്ടെങ്കിൽ BP ഉണ്ട്, കൊളസ്ട്രോൾ ഉണ്ട്, ഷുഗർ ഉണ്ട്. ഇവ നോർമൽ ആകാൻ വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് അദ്ദേഹം ആവശ്യപ്പെട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ തന്നെ പൂർണ്ണ സൗഖ്യം യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആ പ്രിയപ്പെട്ടവന്റെ മേൽ ഉണ്ടാകട്ടെ. ഷുഗർ മാറട്ടെ, BP നോർമൽ ആകട്ടെ, കൊളസ്ട്രോൾ നോർമൽ ആകട്ടെ. ആത്മാവിന്റെ അഭിഷേകത്താല് ഇപ്പോൾ തന്നെ അദ്ദേഹത്തെ നിറയ്ക്കും യേശുവിന്റെ നാമത്തിൽ. പിതാവേ, പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുവാൻ ആഗ്രഹിക്കുന്നവർ, അഭിഷേകം പകരുന്നത് യേശുവാകയാൽ ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവർ 2 കരങ്ങളും ഉയർത്തി യേശുവിന്റെ സന്നിധിയിൽ ദൈവത്തോട് ചോദിച്ച് അന്യഭാഷ അടയാളത്തോടുകൂടെ ദൈവത്തിന്റെ ആത്മാവിനെ യേശു നിങ്ങളുടെ മേൽ പകരാൻ ഇഷ്ടപ്പെടുന്നു. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ആഗ്രഹിക്കുന്ന ആത്മാക്കളെ തൃപ്തിപ്പെടുത്തുന്ന ദൈവത്തിന്റെ ആത്മാവ് ഈ പകൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താൽ അവിടുന്ന് സകലരെയും നിറയ്ക്ക്. അന്ത്യകാലത്ത് സകല ജഡത്തിന്റെ മേൽ എന്റെ ആത്മാവിനെ വാഗ്ദത്തം വചനം ഞങ്ങൾ ഇവിടെ ഉരുവിട്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ആത്മാവിനാൽ ജനം നിറയപ്പെടട്ടെ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, Holy Spirit of God, I pray that you will sweep over this nation, O Lord. ഈ രാജ്യത്തിന് മേൽ പരിശുദ്ധാത്മാവിന്റെ അഗ്നിക്കാറ്റ് പടരട്ടെ. വീണുപോയ ദാവീദിന്റെ കൂടാരങ്ങളെ എഴുന്നേൽപ്പിക്കുമെന്നുള്ള വാഗ്ദത്ത വചനപ്രകാരം യേശുവിന്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ പിതാവേ. ശരീരം മുഴുവൻ അസ്വസ്ഥകളും ശരീരത്തിൽ ചൊറിച്ചിൽ, തലകറക്കം യേശുവിന്റെ നാമത്തിൽ ആ ബാധ ഒഴിഞ്ഞ് സ്വസ്ഥയായിരിക്കട്ടെ. ദൈവകൃപയിൽ വർദ്ധിച്ചു വരുവാനിടയാകട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ. തിരുവല്ല ഇന്ന് സൂസി വിളിച്ചിരിക്കുന്നു. അനിയത്തിയുടെ മകന്റെ കുഞ്ഞിന് 4 മാസമായി. അതുണ്ടായപ്പോൾ മുതലേ ഹാർട്ടിന്റെ പ്രോബ്ലമാണ്. പനി വന്ന് വെന്റിലേറ്ററിലായിരിക്കുന്നു. കർത്താവെ, ഞങ്ങൾ ഒന്നിച്ച് കർത്താവെ പൈതനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. കിടക്കയിലായിരിക്കുമ്പോൾ തന്നെ കർത്താവെ അവിടുത്തെ സാന്നിധ്യം ഇറങ്ങട്ടെ. യേശുവിന്റെ സൗഖ്യം ഇവിടെ അനുഭവിക്കട്ടെ. യേശുവിന്റെ ജീവന പൈതന്റെ മേൽ വ്യാപരിക്കട്ടെ. കർത്താവെ, ദൈവപ്രവൃത്തി വെളിപ്പെടണം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഇന്നലെ ഞാൻ ഇവിടെ ഓഫീസിലിരിക്കുമ്പോൾ മിസ്റ്റർ KC ചാക്കോ എരുമേലിൽ നിന്ന് വിളിച്ചു. വീട്ടിൽ വണ്ടിന്റെ ശല്യം, ഇവിടെ ചിതലിന്റെ ശല്യം മാറാൻ പ്രാർത്ഥിക്കാനായിട്ട് ആവശ്യപ്പെട്ടു. ഒച്ചിന്റെ ശല്യം മാറാൻ വേണ്ടി പ്രാർത്ഥിച്ചു. ഉറുമ്പിന്റെ
തന്നെയാണ് പറഞ്ഞു തരാനുള്ളത്. പ്രാർത്ഥനയിൽ മറുപടി ഉണ്ട്. നാളെയല്ല, ഇന്നാ മറുപടി. രണ്ട് കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിച്ച് യേശുവിന്റെ നാമത്തിൽ ബാധ മാറട്ടെ, ദേശത്തുനിന്ന് ബാധ മാറട്ടെ, ഡെങ്കിപ്പനി മാറട്ടെ, പകർച്ചവ്യാധികൾ മാറട്ടെ, ക്ലേശങ്ങൾ മാറട്ടെ, ദുരിതങ്ങൾ മാറട്ടെ. യേശുവിന്റെ നാമത്തിൽ ജനജീവിതം യേശുവിൻ നാമത്തിൽ പിതാവേ. ഗിൽബർട്ട് വടനാട് നിന്ന് വിളിച്ചിരിക്കുന്നു. ഇടത് കൈമുട്ടിന് ചില സമയത്ത് ഭയങ്കര വേദന. മക്കളുടെ വിദ്യാഭ്യാസം അനുഗ്രഹിക്കപ്പെടണം. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ കുടുംബത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ മേഖലയിലും സ്വസ്ഥത വെളിപ്പെടട്ടെ. കുഞ്ഞുങ്ങൾക്ക് പഠിക്കുവാനുള്ള ബുദ്ധിയും ആരോഗ്യവും ഉണ്ടായി വരുവാൻ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു കർത്താവേ. യേശുവിൻ നാമത്തിൽ വിളിച്ചിരിക്കുന്നു. കൈയുടെ 3 വിരലിലും ഭയങ്കര പെരുപ്പാടം കാണുകയാണ്. ഞങ്ങൾ ഒന്നിച്ച് കർത്താവെ മകനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. മകന്റെ ശരീരത്തിലുള്ള എല്ലാ സ്വസ്ഥകളും എല്ലാ പ്രയാസങ്ങളും യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. യേശുവിന്റെ നാമത്തിൽ തന്നെ. സഹോദരിമാരെ, നമുക്കൊരു ടെലിഫോൺ വന്നിട്ടുണ്ട്. ഹലോ ഹലോ. അത് കട്ടായി പോയി. കൊച്ചുമക്കൾ ദൈവകൃപയിലായിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുവാനും അവർക്ക് നല്ല ഭാവി ഉണ്ടാകാൻ പ്രാർത്ഥിക്കുവാനും അമ്മണി ചെങ്ങന്നൂർ നമ്മോട് ടെലിഫോണിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ തന്നെ അമ്മണി ആ സ്ക്രീനിൽ കരം വെച്ച് പ്രാർത്ഥിക്കാം. ആ കുഞ്ഞുങ്ങൾ അടുത്തുണ്ടെങ്കിൽ അവരുടെ മേൽ കരങ്ങൾ വെച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളോട് ചേർന്ന് പ്രാർത്ഥിക്കും. യേശുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ മക്കൾക്കായി പ്രാർത്ഥിക്കുന്നു. അവർക്ക് നല്ല ഭാവിയും പരിശുദ്ധാത്മാവിലും ദൈവകൃപയിലും അവർ മുതിർന്നു വരട്ടെ. യേശുവിന്റെ നാമത്തിൽ പിതാവേ. മകൻ ജേക്കബിന്റെ ബിസിനസ് അഭിവൃദ്ധിപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുവാൻ മെയ് 9 അഭിവൃദ്ധിപ്പെടാൻ പ്രാർത്ഥിക്കണം. മെയ് 9 വീട് വാങ്ങണം. തടസ്സങ്ങളൊന്നും ഉണ്ടാകരുത്. കൊച്ചുമക്കൾ ആന 16 വയസ്സ് പഠനത്തിന്റെ ഉയർച്ചയ്ക്കായി പ്രാർത്ഥിക്കുവാൻ റബേക്ക കഞ്ഞിക്കുഴിയിൽ നിന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. യേശുവിന്റെ നാമത്തിൽ സിസ്റ്റർ റബേക്ക കർത്താവിന്റെ സന്നിധിയിൽ ആ സ്ക്രീനിലൂടെ ഒന്നിച്ച് ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വിശ്വാസത്തിന് അടയാളമായി കരങ്ങളെ ഉയർത്തി ഞങ്ങളോട് ചേർന്ന് പ്രാർത്ഥിച്ച് ഇപ്പോൾ തന്നെ യേശുവിന്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. ആ കുടുംബം അനുഗ്രഹിക്കപ്പെടട്ടെ, തലമുറകൾ അനുഗ്രഹിക്കപ്പെടട്ടെ, അനുഗ്രഹിക്കപ്പെട്ട ഭവനം അവർക്കുണ്ടാകുവാൻ തടസ്സങ്ങളെല്ലാം മാറട്ടെ. യേശുവിനെ ഉയർത്തിയെന്ന് അവർ സകലരോടും സാക്ഷ്യപ്പെടുത്തട്ടെ. യേശുവിന്റെ നാമത്തിൽ. എനിക്കൊരു ചോദ്യം. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ സ്കൂളിലേക്ക് പോകുന്നതിന് മുമ്പ് പ്രാർത്ഥനയ്ക്ക് വേണ്ടി നിങ്ങൾ വിളിച്ചു പറഞ്ഞ് രജിസ്റ്റർ ചെയ്തു. വിവരങ്ങൾ വിളിച്ചു പറഞ്ഞ് രജിസ്റ്റർ ചെയ്യുക. നിങ്ങളുടെ പ്രിയപ്പെട്ടവർ വിദേശ രാജ്യങ്ങളിലായിരിക്കുന്നെങ്കിൽ അവരുടെ വിവരങ്ങൾ ഇവിടെ വിളിച്ചു പറഞ്ഞ് പ്രാർത്ഥനയ്ക്ക് ദൈവത്തിന്റെ മക്കൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നോ ഫീസ് അറ്റാച്ച്ഡ് ടു ഇറ്റ്. ഒരു പണവും നിങ്ങൾ നൽകണ്ട. ദൈവത്തിന്റെ മക്കൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. കേന്ദ്ര ഗവൺമെന്റ് സർവീസിലോ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനികളിലോ പബ്ലിക് ലിമിറ്റഡ് കമ്പനികളിലോ ഏത് മേഖലയിൽ ജോലി ചെയ്യുന്ന വ്യക്തിയാണെങ്കിലും, ദിവസങ്ങളിൽ ജോലി ചെയ്യുന്ന വ്യക്തികളാണെങ്കിലും, എന്തെങ്കിലും ഒരു തൊഴിൽ ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇന്ന് തന്നെ നിങ്ങളുടെ വിവരങ്ങൾ പ്രാർത്ഥനയ്ക്കായി വിളിച്ചു പറയുക. ദൈവത്തിന്റെ മക്കൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അധ്യാപകരെ നിങ്ങളുടെ വിവരങ്ങൾ വിളിച്ചു പറഞ്ഞ് ഡോക്ടേഴ്സ്, എഞ്ചിനീയേഴ്സ്, ഇവിടെ ധാരാളം ആളുകൾ അവരുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് ആവശ്യപ്പെടുന്നുണ്ട്. തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ വലിയ മറുപടി. നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. ഡോക്ടർ സഹോദരൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഇപ്പോൾ തന്നെ അമേരിക്കയിലുള്ള യാത്രയിലാണ്. അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ വിളിച്ചു പറഞ്ഞിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ അദ്ദേഹത്തിന് സമ്പൂർണമായ സുരക്ഷിതത്വമുള്ള യാത്ര നൽകും, ക്ഷേമം നൽകും. യേശുവിന്റെ നാമത്തിൽ പിതാവേ. വിളിച്ചിരിക്കുന്ന കൊച്ചുമകന് നാളെ മുതൽ എഞ്ചിനീയറിംഗിന്റെ എക്സാം തുടങ്ങുന്നു. കർത്താവെ, ഞങ്ങൾ ഒന്നിച്ച് അതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. എക്സാം നന്നായി എഴുതുവാനും ഉയർന്ന വിജയം നേടുവാനും കർത്താവെ അങ്ങ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ. മകൻ ഋഷികുമാർ ഓടിക്കുവാൻ കൂട്ടുകാരന് കൊടുത്ത ബൈക്ക് ഇതുവരെ തിരികെ ലഭിച്ചിട്ടില്ല. കാട്ടാക്കടയിൽ നിന്ന് ലളിത എന്നൊരു സഹോദരി പ്രാർത്ഥനയ്ക്കായി വിളിച്ചിരിക്കുന്നു. ചേർന്ന് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഈ വിഷയത്തെ നിന്റെ കരങ്ങളിൽ അത്ഭുത മന്ത്രിയാണ്, അവിടുന്ന് പ്രവർത്തിക്കും. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. നെടുമങ്ങാട് വർഗീസ് വിളിച്ചിരിക്കുന്നു. ഭാര്യയുടെ വലത്ത് കൈക്ക് നല്ല വേദനയാൽ ഇരിക്കുന്നു. പ്രാർത്ഥിക്കണം. കർത്താവേ, ഞങ്ങൾ ഒന്നിച്ച സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ പരിപൂർണമായ സൗഖ്യം ഇപ്പോൾ തന്നെ ഉണ്ടാകട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ. മകളുടെ സ്ഥലത്തിന്റെ കച്ചവടം നടക്കണം. മരുമകന്റെ മദ്യപാനം മാറണം.
മക്കളുടെ എക്സാം റിസൾട്ട് നല്ലതാകണം. കോട്ടയത്ത് നിന്ന് മേരി എന്നൊരു സഹോദരി പ്രാർത്ഥനയായി വിളിച്ചിരിക്കുന്നു. ചേർന്ന് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ആ കുടുംബത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. ആ സ്ഥലം നല്ല വിലയ്ക്ക് വിറ്റുപോകട്ടെ. ആ മരുമകന്റെ മദ്യപാനം മാറട്ടെ. മക്കളുടെ എക്സാമിന്റെ റിസൾട്ട് നല്ലതാകട്ടെ. അവർക്ക് നല്ല ഭാവി ഉണ്ടാകട്ടെ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ലിജി വിളിച്ചിരിക്കുന്നു. ഭവനമില്ല, സാമ്പത്തികമായി ബുദ്ധിമുട്ടുണ്ട്. കർത്താവേ, ഞങ്ങൾ ഒന്നിച്ച് ലിജിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ നല്ല ഭവനം ഉണ്ടാകട്ടെ. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറട്ടെ. ദൈവമേ, യേശുവിന്റെ നാമത്തിൽ തന്നെ. അസ്ഥിക്ക് തേയ്മാനം തിരുവനന്തപുരത്ത് നിന്ന് ലിസി എന്നൊരു സഹോദരി വിളിച്ചിരിക്കുന്നു. മകന് മദ്യപാനം, അമ്മയുടെ കാലിന് വേദന, മകൾക്ക് ഭവനം വേണം. ടെലിഫോൺ വന്നിട്ടുണ്ട്. ഹലോ 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 ആ പറഞ്ഞാട്ടെ. ഹലോ ഹലോ പറഞ്ഞാട്ടെ. ഹലോ ഞാൻ ഉഷയാണ് കേട്ടോ. ഡോക്ടർ ഉഷ പറഞ്ഞാട്ടെ. ഹലോ പറഞ്ഞാട്ടെ. പിന്നെ പിന്നെ 100ാം എപ്പിസോഡ് നടക്കാൻ പോകുന്നു പറഞ്ഞല്ലോ. 100ാമത്തെ എപ്പിസോഡ് നടക്കാൻ പോകുന്നു. അപ്പോഴേ ഞാൻ എന്നും പ്രോഗ്രാം കാണുന്ന, എനിക്ക് ഒത്തിരി അനുഗ്രഹം ഈ പ്രോഗ്രാം. പറഞ്ഞ ഡോക്ടറെ. ഞാൻ ഈ പ്രോഗ്രാം എല്ലാം കാണുന്നതാണ്. അപ്പൊ എനിക്ക് ഒത്തിരി അനുഗ്രഹമാ. അപ്പൊ അതുകൊണ്ട് 100ാം എപ്പിസോഡ് വരാൻ പോവല്ലേ. അതെ. അപ്പൊ അതുകൊണ്ട് അതില് എങ്ങനെ ദൈവാത്മാവ് എന്നെ എല്ലാവരും പ്രേരിപ്പിക്കുന്നു. അതില് 100ാം എപ്പിസോഡ്. വെരി ഗുഡ്, വെരി ഗുഡ്. താങ്ക് യു ഡോക്ടർ ഉഷ. തീർച്ചയായിട്ടും സുവിശേഷത്തിന് വേണ്ടി നമ്മൾ ജീവിതത്തിൽ അനുഭവിക്കുന്നതുകൊണ്ട് പറയട്ടെ, ഒരു അണിവിരലെങ്കിലും അതിന്റെ പിന്നെ അതിനായിട്ട് ഞാനപ്പോ പാസ്റ്ററിനോട് പറയുകയാണ് അന്നത്തെ കാര്യങ്ങള് ഞാൻ ചെയ്യാം. താങ്ക് യു, താങ്ക് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. കർത്താവ് യേശു അത്ഭുതങ്ങളുടെ കർത്താവ്. സഹോദരങ്ങളെ, കർത്താവ് അത്ഭുതങ്ങളുടെ ദൈവമാണ്. ഞാൻ പറഞ്ഞല്ലോ, അണിവിരലെങ്കിലും സുവിശേഷത്തിന് വേണ്ടി, ദൈവനാമത്തിന് വേണ്ടി അനയ്ക്കാൻ. കർത്താവ് പറഞ്ഞത് എന്താ? ഒരു ഗ്ലാസ് തണ്ണീരെങ്കിലും കുടിക്കാൻ കൊടുത്താൽ അതിന് പ്രതിഫലമുണ്ട്. നമുക്ക് ഒന്നിച്ചു ചേർന്ന് പ്രാർത്ഥിക്കാം. ആ ശുശ്രൂഷയിൽ മുൻപോട്ട് കടന്നു വന്ന ആ ജീവിതത്തെ, കുടുംബത്തെ അനുഗ്രഹിച്ച് നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. യേശുവിന്റെ നാമത്തില് ആ പ്രിയ ഡോക്ടർ ഉഷയെ, കുടുംബത്തെയും മക്കളെയും അനുഗ്രഹിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നന്മ കൊണ്ട് നിറയ്ക്കും. എല്ലാ ജോലി മണ്ഡലങ്ങളിലും അവിടുത്തെ സാന്നിധ്യവും അവിടുത്തെ കൃപയും കൂടെയിലേക്ക് എല്ലാ നിലയിലും അവിടുന്ന് ഉയർത്തും. യേശുവിന്റെ നാമത്തിൽ. ദീപു, മകൾക്ക് ഡെങ്കിപ്പനിയാൽ ഭാരപ്പെടുന്നു എന്ന് പറഞ്ഞ് മിനി എറണാകുളത്ത് നമ്മോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ബിസിനസ് ഇന്ന് ആലപ്പുഴയിൽ എക്സിബിഷൻ കം സെയിൽ തുടങ്ങുന്നു. അതിനുവേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് ആവശ്യപ്പെട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ തന്നെ ആ ഡെങ്കി ഫീവർ മാറട്ടെ. ആ മകൾ സമ്പൂർണ്ണമായി സൗഖ്യം അനുഭവിക്കട്ടെ. ആ സക്സസ് മിനി തുടങ്ങുന്ന ആ ബിസിനസ് വളരെ അനുഗ്രഹമായി, അത്ഭുതകരമായ വിജയമായി തീരട്ടെ. യേശുവിൻ നാമത്തിൽ പ്രിയപിതാവേ. അസ്ഥിക്ക് തേയ്മാനം തിരുവനന്തപുരത്ത് ലിസി എന്നൊരു സഹോദരി വിളിച്ചിരിക്കുന്നു. മകന് മദ്യപാനം, അമ്മയ്ക്ക് കാലിന് വേദന, മകൾക്ക് ഭവനം വേണം. ചേർന്ന് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ആ കുടുംബത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. ആ പ്രിയ മാതാവിന്റെ കാലിന്റെ വേദന മാറട്ടെ. മകന്റെ മദ്യപാനം മാറട്ടെ. മക്കൾക്ക് നല്ല ഭവനം ലഭിക്കട്ടെ. അവിടുന്ന് പ്രവർത്തിക്കും. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. കുറഞ്ഞൊരു സഹോദരൻ വിളിച്ചിരിക്കുന്നത്. വലിയാൽ ഭാരപ്പെടുന്നു, സൗഖ്യത്തിന് വേണ്ടി. കർത്താവ്, ഞങ്ങൾ ഒന്നിച്ച് ആ സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ പരിപൂർണമായ സൗഖ്യം യേശുവിൻ നാമത്തിൽ തന്നെ. എന്റെ ബ്രദർ, അടുത്തൊരു ടെലിഫോണൂടെ വന്നിട്ടുണ്ട്. ഹലോ 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 പറഞ്ഞു. ഞാൻ കാട്ടാക്കടന്ന് ഷീജയാണേ. ഷീജ കാട്ടാക്കട. എന്റെ ഹസ്ബൻഡ് ദുബായിലാണ്. അപ്പം അവിടെ ശമ്പളത്തിന്റെ ബുദ്ധിമുട്ട്, ശമ്പളത്തിന് കുറവാണ് ശമ്പളം. അപ്പൊ ഈ മാസം മുതൽ കൂട്ടി കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. പിന്നെ അതുപോലെ തന്നെ എന്റെ തൊണ്ടയ്ക്ക് തൈറോയിഡിന്റെ പ്രോബ്ലം ഉണ്ടെന്ന് തോന്നുന്നു. ആശുപത്രി ഞാൻ പോയി കാണിച്ചിട്ടില്ല. എന്നാലും തൊണ്ടയ്ക്ക് ഒരു ഇതുണ്ട്. ഇപ്പൊ തന്നെ കരങ്ങൾ തൊണ്ടയ്ക്ക് വെച്ച് അതുപോലെ തന്നെ ഒരു വീട് ഞങ്ങൾക്ക് അത്യാവശ്യമാണ്.
വീട്. പ്രാർത്ഥിക്കണം. ഓക്കെ, ഇപ്പോൾ തന്നെ സിസ്റ്റർ തൊണ്ടയ്ക്ക് കരം വെക്കുക. അടുത്ത നാളെ രാവിലത്തെ കോള് സിസ്റ്ററുടേതായിരിക്കും. യേശു വിടുവിച്ച വിടുതലിനെ കുറിച്ചായിരിക്കും. ഇപ്പോൾ കർത്താവ് ശരീരം മുഴുവൻ റീഓർഡർ ചെയ്ത് എല്ലാം നോർമൽ ആക്കാൻ പോകുക. ഹസ്ബൻഡിന് വേണ്ടി കർത്താവ് പ്രവർത്തിക്കും. നിങ്ങളെ ദൈവം എല്ലാ നിലയിലും ഉയർത്തും. ചേർന്ന് പ്രാർത്ഥിക്കാം. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അത്ഭുതകരമായ വിടുതല് ഇപ്പോൾ തന്നെ ആ സഹോദരിയുടെ ശരീരത്തിൽ ഉണ്ടാകട്ടെ. തൈറോയിഡിന്റെ പ്രവർത്തനത്തിന്റെ ക്ലേശങ്ങൾ, അത് നിമിത്തമുള്ള എല്ലാ കെടുതികളും ഇപ്പോൾ തന്നെ യേശുവിൻ നാമത്തിൽ മാറട്ടെ. ആ ശരീരം 100% നോർമലായി പ്രവർത്തിക്കട്ടെ. യേശു ചെയ്ത വിടുതലിന്റെ സാക്ഷ്യം അവൾ വ്യക്തമായി വിളിച്ചു പറയട്ടെ. അവളുടെ ഹസ്ബൻഡ് ലഭിക്കേണ്ട ശമ്പളം ലഭിക്കട്ടെ. ഉയർച്ച ഉണ്ടാകട്ടെ. ഭവനം ഉണ്ടാകട്ടെ. യേശുവിൻ നാമത്തിൽ പ്രിയ പിതാവേ. അമ്മണി കൊല്ലത്തുനിന്ന് വിളിച്ചിരിക്കുന്നു. ലണ്ടനിലുള്ള മകൻ പ്രസാദിന്റെ മൂക്കിൽ കൂടി ബ്ലഡ് വരുന്നു. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ മകനെ അനുഗ്രഹിക്കുന്നു. എല്ലാ അസ്വസ്ഥതകളും ശരീരത്തിലേക്ക് പുറത്തു പോകട്ടെ. പൂർണ്ണ ആശ്വാസം വിടുതൽ കൽപ്പിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ. യേശുവിന്റെ നാമത്തിൽ അദ്ദേഹത്തെ അനുഗ്രഹിക്കുന്നു. മാറട്ടെ. പൂർണ്ണ സൗഖ്യം ആ ശരീരത്തിൽ നൽകിയതിനെ സ്തോത്രം ചെയ്യുന്നു. മേരിക്കുട്ടി തിരുവനന്തപുരത്ത് നിന്ന് വിളിച്ചിരിക്കുന്നു. ഭർത്താവിന്റെ മദ്യപാനം മാറണം, മാനസാന്തരം ഉണ്ടാകണം, മകന് വിവാഹം നടക്കണം, ഇളയ മകൻ എക്സാം കഴിഞ്ഞ് ജോലി വേണം. യേശുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിക്കുന്നു. എന്റെ മകന്റെ മദ്യപാനം പൂർണ്ണമായി മാറിപ്പോകട്ടെ. ദൈവത്താലുള്ള അനുഗ്രഹം ആ ഭവനത്തിൽ വെളിപ്പെടുവാനിടയാകട്ടെ. യേശുവിൻ നാമത്തിൽ. എന്റെ പക്കല് ഈ ഓൾട്ടറില് ആയിരക്കണക്കിന് വിഷയങ്ങളാണ് പ്രാർത്ഥനയ്ക്ക് വേണ്ടി വെച്ചിരിക്കുന്നത്. അപ്പൊ ഒന്നിച്ചു ചേർന്ന് ഇപ്പോൾ തന്നെ സ്ക്രീനിൽ അത് കാണാമല്ലോ. നിങ്ങളുടെ കരങ്ങൾ നിവർത്തി പ്രാർത്ഥിക്കണം. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ ഓരോ വിഷയത്തിന്റെ മേലും അങ്ങയുടെ കരം നീട്ടും. അത്ഭുത മന്ത്രിയായ യേശുവിന്റെ മഹത്വം ഈ വിഷയങ്ങളിൽ ഓരോന്നിലും ഉണ്ടാകട്ടെ. എന്റെ കർത്താവിന്റെ മഹത്വം ഇവർ ഓരോരുത്തരും സാക്ഷ്യപ്പെടുത്തട്ടെ. യേശുവിന്റെ നാമത്തിൽ പ്രിയ പിതാവേ. പ്രിയമുള്ളവരെ, ഞങ്ങൾക്ക് വളരെ ആഗ്രഹമുണ്ട്. വരുന്ന ഓരോ കോളുകളും ഇവിടെ എടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. അങ്ങനെ സംഭവിക്കുന്നത് ധാരാളം പ്രാർത്ഥനാ വിഷയങ്ങൾ പരസ്യമായി പറഞ്ഞ് പ്രാർത്ഥിക്കാൻ കഴിയാതെ പോകുന്നു. ഇന്ന് ഒരു കെട്ട് പ്രാർത്ഥനാ വിഷയങ്ങൾ ഞങ്ങളുടെ കയ്യിൽ ബാക്കി വന്നു കഴിഞ്ഞു. സ്ക്രീനിൽ വിളിച്ച് പറഞ്ഞ് പ്രാർത്ഥിക്കുവാൻ സമയമില്ല. എന്നാൽ എപ്പോഴും ഓർക്കുക, ദൈവത്തിന്റെ ജനം ആ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. യേശു അത്ഭുതങ്ങളുടെ കർത്താവ്. യേശു അത്ഭുതങ്ങളുടെ കർത്താവ്. ഇന്നലെ ഒരു സിസ്റ്റർ ഒന്ന് വിളിച്ചിട്ട് പറഞ്ഞു, അവരുടെ രണ്ട് പ്രധാനപ്പെട്ട വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വിളിച്ചു പറഞ്ഞു. 1 മണിക്കൂർ കഴിഞ്ഞപ്പോ ആ സിസ്റ്ററിനെ തിരിച്ചു വിളിച്ചിട്ട് പറഞ്ഞു, യേശു മറുപടി നൽകി. യേശു അത്ഭുതങ്ങളുടെ കർത്താവ്. ഇന്ന് പകൽ 2 കരകളും ഉയർത്തി നാളെ പ്രഭാതത്തിൽ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥനയോടെ ആരാധനയോടെ നമുക്ക് ഒരുങ്ങി ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കണം. ഇന്ന് യോഹന്നാൻ 14, 15, 16 അധ്യായങ്ങൾ എടുത്തു വായിക്കണം. 14, 15, 16 അധ്യായങ്ങൾ യോഹന്നാന്റെ സുവിശേഷം 14, 15, 16 അധ്യായങ്ങൾ എടുത്തു വായിക്കണം. 19 തീയതിയിൽ വരിക. അതിന് മുൻപായി ദൈവത്തിന്റെ സന്നിധിയിൽ നമുക്ക് ഒരുങ്ങുകയാണ്. ദൈവത്തിന്റെ ആത്മാവ് വലിയ കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നു. ലോക രാജ്യങ്ങളിൽ നമ്മുടെ പ്രിയപ്പെട്ടവരെ അത് അറിയിക്കുക. ശ്രേഷ്ഠമായ ദൈവവചനത്തിന്റെ ആഴമേറിയ പാഠങ്ങൾ, ആരാധനയുടെ വ്യക്തമായ ഉയർന്ന മണ്ഡലങ്ങൾ, ദൈവകൃപയുടെ ശ്രേഷ്ഠമായ അനുഭവങ്ങൾ, ദൈവിക മഹത്വത്തിന്റെ അനുഗ്രഹിക്കപ്പെട്ട അനുഭവങ്ങൾ ദൈവത്തിന്റെ ആത്മാവ് നമുക്കായി കരുതിയിരിക്കുമ്പോൾ ദൈവത്തിന്റെ സന്നിധി പ്രാർത്ഥനയോടെ ഒരുങ്ങാം. നമ്മുടെ കുഞ്ഞുങ്ങൾ പുതിയ അധ്യയന വർഷത്തിൽ സ്കൂളിലേക്ക് പോകുവാനായിട്ട് ഒരുങ്ങുന്നല്ലോ. നമുക്ക് പ്രാർത്ഥനയോടെ ആ കാര്യങ്ങൾ ക്രമീകരിക്കാം. ദൈവസന്നിധിയിൽ സമയം വേർതിരിച്ച് മക്കൾക്കായി പ്രാർത്ഥിക്കണം. അവരുടെ ജീവിതം, അവരുടെ യാത്രകൾ, അവരുടെ പഠനം, അവരുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളും അനുഗ്രഹിക്കപ്പെടേണ്ടതിന് വ്യക്തമായി നാം പ്രാർത്ഥിക്കണം. മറക്കരുത്, 100ാമത്തെ എപ്പിസോഡ് മെയ് മാസം 28-ാം തീയതി വരുന്നു. മെയ് 17, 18, 19 തീയതികളിൽ തീർച്ചയായിട്ടും വലിയ ദൈവപ്രവർത്തികളുടെ സമയമായിരിക്കും. സ്ക്രീനിൽ കാണുന്ന നമ്പർ തീർച്ചയായിട്ടും വിളിച്ചു പറഞ്ഞ് നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾ അറിയിക്കണം. ദൈവസ്നേഹത്തിൽ ഓർമ്മപ്പെടുത്തുന്നു. ഇവിടെ എന്റെ വന്നിരിക്കുന്ന ഒരു വിഷയം, ഒരു സഹോദരൻ വർഷങ്ങളായി ബാംഗ്ലൂരിൽ ഉണ്ടായിരുന്ന ഒരു വീട് സംബന്ധിച്ച്, ഒരു ഫ്ലാറ്റ് സംബന്ധിച്ച് വളരെ ക്ലേശങ്ങളിലൂടെ പോയി. അവർ വർഷങ്ങൾക്ക് മുമ്പ് അമേരിക്കയിലേക്ക് കുടിയേറിയവരാണ്. ഇത് വിൽക്കാനായിട്ട് പറ്റുന്നില്ല. ഒരുപാട് ഡോക്യുമെന്റ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ട് തള്ളിക്കൊണ്ടിരിക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസം പ്രാർത്ഥിക്കുന്ന കേരളത്തിൽ വിളിച്ചു പറഞ്ഞ് അവര് ഇന്നലെ വിളിച്ചു പറഞ്ഞത് ഇങ്ങനെയാണ്, ഇറ്റ്സ് ഗോഡ്, ദൈവം മാത്രമാണ്
വളരെ കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് ക്രമീകരിച്ച് അദ്ദേഹം ഇന്ന് രാവിലെ തിരിച്ച് ഭവനത്തിലേക്ക് യാത്ര ചെയ്യുന്നു. യേശുവിനാൽ കഴിയാത്ത ഒരു കാര്യവുമില്ല. ദൈവത്തിന്റെ കരുതലിൽ നമുക്ക് ഒന്നിച്ചായിരിക്കാം. രണ്ട് കരങ്ങളും ഉയർത്തി ഭർത്താവിന്റെ 63ാമത്തെ ബർത്ത്ഡേ. ചേട്ടൻ ഹോസ്പിറ്റൽ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. മരുമകൻ ദൈവഭാഗത്ത് വരണം. ഏലിയാമ്മ ചെമ്മനോട് ആവശ്യപ്പെട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട വർഷങ്ങളെ ആ പ്രിയപ്പെട്ടവർക്ക് നൽകും. നന്മ കൊണ്ടും അനുഗ്രഹം കൊണ്ടും നിറയ്ക്കും. യേശുവിന്റെ നാമത്തിൽ പിതാവേ. ധാരാളം ആളുകൾ അമേരിക്കയിൽ നിന്ന്, ഓസ്ട്രേലിയയിൽ നിന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നുണ്ട്. ലോകത്തിന്റെ നാനാരാജ്യങ്ങളിൽ നിന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ അമേരിക്കയിൽ 3 പ്രാവശ്യം RN എക്സാം എഴുതിയിട്ടും പാസ്സായില്ല. 29/5/13 അടുത്ത എക്സാം എഴുതുന്നു. ഞാൻ പ്രാർത്ഥിക്കുവാനായിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പേര് പറയുമെന്ന് പറഞ്ഞു ഇന്ന് പകൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ എന്റെ കർത്താവിന്റെ കരമവരമേൽ വയ്ക്കുക. യേശുവിന്റെ നാമത്തിൽ സ്പിരിറ്റ് ഓഫ് എക്സലൻസ് അവരുടെ മേൽ ഇറങ്ങട്ടെ. അവർ ഉയർന്ന നിലയിലേക്ക് വരുവാൻ ഇവിടെ നിലയാക്കും. യേശുവിന്റെ നാമത്തിൽ പ്രിയ പിതാവേ, കർത്താവിന്റെ കൃപ എല്ലാവരുടെ മേലും ഉണ്ടാകട്ടെ. ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. കള്ളക്കേസിൽ കുടുങ്ങിയ മക്കളെ എത്രയും വേഗം വിടുവിക്കണം. യാബി കിട്ടണം. മക്കൾ അനുഗ്രഹിക്കപ്പെടുന്ന പ്രാർത്ഥിക്കുവാൻ വിജയം ആര്യക്കോട്ടെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഞാൻ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ പൂർണ്ണമായ സൗഖ്യം വിടുതലും കർത്താവിന്റെ കരം നീട്ടണം. ആ കേസുകൾ മാറട്ടെ. യേശുവിന്റെ നാമത്തിൽ യാഥാർത്ഥ്യങ്ങൾ പുറത്തു വരട്ടെ. നന്മ കൊണ്ടവരെ നിറയ്ക്കും. യേശുവിന്റെ നാമത്തിൽ പ്രിയ പിതാവ്, വിവാഹം കഴിഞ്ഞ് 3 വർഷമായി മക്കളില്ല. കർത്താവ് അത്ഭുതം പ്രവർത്തിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ അടുത്തത് അമേരിക്കയിൽ നിന്ന് ആവശ്യപ്പെട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ആ കുടുംബത്തിൽ തലമുറ ഉണ്ടാകട്ടെ. നന്മ കൊണ്ട് നിറയ്ക്കണം. യേശുവിന്റെ നാമത്തിൽ ഈ പകൽ എല്ലാവർക്കും അനുഗ്രഹത്തിന്റെയും വിടുതലിന്റെയും ഉയർച്ചയുടെയും നന്മയുടെയും ദിവസമാകട്ടെന്ന് കേരളയിൽ നിന്ന് ഞങ്ങൾ നിങ്ങൾക്കായി ആശംസിക്കുന്നു. യേശുവിൽ നമുക്ക് ശുഭമായ ഭാവിയും നമ്മെയും നമ്മുടെ ഭാരങ്ങളെയും വഹിക്കുവാൻ യേശു ഉള്ളപ്പോൾ നമ്മൾ എന്തിനത് വഹിക്കണം? ലെറ്റ്സ് ഗിവ് ഇറ്റ് ടു ജീസസ്. യേശുവിൽ നമുക്ക് ശുഭമായ ഭാവിയുണ്ട്. മോനി ബാബു ജോലി നഷ്ടപ്പെട്ടു. പുതിയ ജോലി ലഭിക്കാൻ പ്രാർത്ഥിക്കുന്നു. മകന് കേൾവിക്കുറവ്, സംസാരിക്കാൻ ബുദ്ധിമുട്ട്. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. അത്ഭുത സൗഖ്യം, അത്ഭുതകരമായ വിടുതൽ ഇപ്പോൾ ആ മക്കൾക്കുണ്ടാകട്ടെ. യേശുവിൻ നാമത്തിൽ പ്രിയ പിതാവേ, കടഭാരത്താൽ ഭാരപ്പെടുന്നു കാട്ടാക്കടയിൽ നിന്ന് ലതകുമാരി, യേശുവിന്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ തന്നെ കടഭാരം മാറുവാൻ അവിടുത്തെ അത്ഭുത കരം അവരുടെ മേൽ വായിക്കും. യേശുവിൻ നാമത്തിൽ പ്രിയ പിതാവേ, ഭവനം വിൽക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുവാൻ തങ്കമ്മ ഉടമാളുകൾ ആവശ്യപ്പെട്ടു. യേശുവിന്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. അത്ഭുതകരമായ ദൈവപ്രവൃത്തി ഈ വിഷയത്തിന് മേലുണ്ടാകട്ടെ. യേശുവിൻ നാമത്തിൽ പ്രിയ പിതാവേ. പ്രിയമുള്ളവരെ, യേശുവിനാൽ കഴിയാത്ത ഒരു കാര്യവുമില്ല. യേശുവിൽ തന്നെ നമുക്ക് ആശ്രയിക്കാം. യേശു അത്ഭുതങ്ങളുടെ